അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാശി ശരചന്ദ്രമരീചികേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാം വഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏറെ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം ജനനി നവരത്ന മഞ്ജരിയുടെ 5 മന്ത്രങ്ങളാണ് പഠിച്ചതല്ലേ. നമുക്ക് ഈ 5 ഒന്ന് ചൊല്ലി നോക്കാം. തെറ്റുണ്ടോ? എനിക്ക് തെറ്റുന്നുണ്ട്. ചിന്നാഭിയാണ് വരേണ്ടത്. കറക്ഷനൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നമുക്കൊന്ന് ചൊല്ലി നോക്കാം. പഠിച്ചോന്നറിയണ്ടേ? ഇനി അത് തന്നെയാണോ ഇനി ചൊല്ലുന്നതെന്ന് അറിയണ്ടേ? പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് തീരുമാനം പറയാതെന്നാ. ഇതിൻ്റെ ബന്ധപ്പെട്ട കാര്യമല്ല, അതുകൊണ്ട് ഓർമ്മപ്പിടിക്കണേ കേട്ടോ. അപ്പം നമുക്ക് പറയാതെ അപ്പം കേൾക്കാൻ പറയുന്നത്. അപ്പം ചൊല്ലാം, ഒന്ന് നിങ്ങളുടെ ഇണത്തിൽ ചൊല്ലിക്കോ, ഞാൻ കൂടെ ചൊല്ലാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലന്നാറിടുന്നു ജനനീ. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യം അതും എല്ലാം ഒരാതി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ അല്ലാടുകില്ല മതി ഈ സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു ഉണ്ടാടുമംഗമകവും കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുകൃതി. ആരായുകിൽ തിരകൾ നീരായിടുന്നു പണിനാരായിടുന്നു കുടവും പാരായിടും അതിനു നേരായിടും ഉലകം ഓരായിലുണ്ടഖിലവും. വേരായ നിൻ കടലിലാരാധനം തരണം ആരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ. മേലായ മൂലമതിയാലാവിർതം ജനനി നീലാസ്യമാടി വിടും ഈ കീലാലവായ അനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും അതിനാലാരുമുള്ളതറിവിലാകമാന്ത നിലയേ. ഒന്നുകൂടെ ഞാൻ പറയാം ഇതൊക്കെ ഒന്നുകൂടെ. ഈ 5 എണ്ണത്തിനകത്ത് വരുന്ന തെറ്റ് പറ്റാൻ കുടം പാരായിടുന്ന അങ്ങനെ തന്നെയാണ് നമ്മളിപ്പം ചൊല്ലുന്നത്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്
അന്നാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർനാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി. ഇല്ലാത, കണ്ടോ, ഇല്ലാത്തേ എന്ന് ഉച്ചരിക്കരുത്, ഇല്ലാത, ഇല്ലാത്തതായ മായ, അതാണ് അർത്ഥം അവിടെ. അപ്പോൾ ഇല്ലാത മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദിയറിവാം. കണ്ടോ, ശൂന്യമതുമെല്ലാം, അത് ചേർത്തെടുക്കേണ്ടത് അവിടെയാണ് നിർത്തക്കണം. ഹൈഫന് ശേഷം വരുന്ന ചേർത്തെടുക്കണം നമ്മൾ. ആദി അറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. നമ്മുടെ ബുദ്ധിക്ക് ചാഞ്ചല്യം ഉണ്ടാകത്തില്ല, മല്ലാടുകില്ല മതി. ഈ സല്ലാപം ഒന്നു മതി, നിൻ്റെ സല്ലാപം, നിന്നോടുള്ള ആ സല്ലാപം ഒന്നു മതി. അവിടെ രണ്ടാമത് വരുന്ന മതി എന്ന് പറഞ്ഞാൽ എന്താ? മതി എന്നർത്ഥമാണ്. ആദ്യത്തെ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. മതിക്ക് ചാഞ്ചാട്ടം ഉണ്ടാകത്തില്ല, ബുദ്ധിക്ക് ചാഞ്ചാട്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ നിർത്തണം, മല്ലാടുകില്ല മതി, ഈ സല്ലാപം ഒന്നു മതി, നിൻ്റെ സല്ലാപം മാത്രം മതി. മനസ്സിലായോ? കിട്ടിയോ? നാദഭൂമിയിൽ അമർന്നാഭിരാവ, ഇല്ല അവിടെ വരും, ഇല്ല വന്നിട്ട് ഇവിടെ ആകാരം കയറി വരണം, അമർന്നെന്ന് പിന്നെ വരും നമ്മൾ, അകാരം കയറി വരണം. നാദഭൂമിയിൽ ലാ എന്നുള്ളത് നമ്മൾ ഇല്ലെന്ന് ചില്ലക്ഷരവും എടുത്ത് അകാരവും നമ്മൾ ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈഫിന് ശേഷം വരുന്നുണ്ട്, അവിടെ ഒരു പൂർണ്ണാക്ഷരം നമ്മൾ എടുത്ത് അകാരം എടുത്തവിടെ. മനസ്സിലായോ? സംശയം തീർന്നവിടെ. ഇനി അടുത്തത് ഇല്ലാത, അതെപ്പോഴും ഓർത്തോണം, ഇല്ലാതെയല്ല, ഇല്ലാത. ഇനി ഇവിടെ ഇതാ പിന്നെ പറഞ്ഞത് തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാപം ഒന്നു മതി. അത് അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥം നമുക്ക് കിട്ടുന്നത്. ഈ സല്ലാപം, നിൻ്റെ സല്ലാപം മാത്രം മതി, അമ്മയോടുള്ള ആ സല്ലാപം മതി എന്ന് പറയുന്നത്. ഈ സല്ലാപം ഒന്നു മതി, എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി. കിട്ടിയോ? ഇനി അടുത്തത് ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അംഗമകവും കൊണ്ട് ആയിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസിൽ മറയും. കിട്ടിയോ? ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസിൽ മറയും. ഇവിടെ കണ്ടാടും അംഗമകവും എന്ന് നിർത്താൻ പറ്റത്തില്ല, കാരണം അവിടെ ഹൈഫനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തണം. മുന്നം ഇത് കണ്ടാടും അംഗം അകവും കൊണ്ടായിരം. കണ്ടോ? അവിടെ നിർത്താതെ ആ കൊണ്ടായിരം നമുക്ക് ഇപ്പറേ വരണം. ആയിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലും. കണ്ടോ? അറിവ് അഖണ്ഡാൻ, അവിടെ അകാരം കയറി വരണം ഹൈഫനുള്ളത് കൊണ്ട്. ഇപ്പറയുന്നു കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂരി സുകൃതി. സൂര്യ എന്ന് ചിലർ ചൊല്ലാറുണ്ട്, സൂര്യയല്ല സൂരി സുകൃതി. കണ്ടോ? സൂര്യകളായ സുകൃതികൾ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി അടുത്തത് ആരായുകിൽ തിരകൾ നീരായിടുന്നു. അവിടെ നമ്മൾ നിർത്തി. പണി നാരായിടുന്നു. അന്വേഷിച്ച് എന്ന തിരയെന്ന് പറയുന്നത് വെള്ളമാകുന്നു, പണി നാരാകുന്നു. അതായത് അരണ്ട വെളിച്ചത്തിൽ കാണുന്ന കയറ് പാമ്പല്ല, അത് കയറ് തന്നെയാകുന്നു. അതുപോലെ തന്നെ കുടവും പാരായിടുന്നു. കണ്ടോ? അവിടെ ഒരു ചെറിയ നിർത്തിന് ശേഷം കുടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മണ്ണ് തന്നെയാകുന്നു. ഇതിനു നേരായിട്, അതിനല്ലേ നേരായിടും, അതിനു തന്നെ, അതിനോട് തുല്യം തന്നെയാണ് എന്ത്? ഉലകം. ഓരാകിലുണ്ട് അഖിലവും. കാരണം എത്ര നല്ല ഉദാഹരണ ഗുരു പറഞ്ഞത് നമ്മളോട്. നോക്കിയേ, ഒന്ന് പറഞ്ഞു തരികയാണ്. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആരായുന്ന ഏതവനാണോ അന്വേഷിക്കുന്നത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. തിരയെന്ന് പറയുന്നത് എന്താണ്? അത് വെള്ളം തന്നെയാകുന്നു, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ അരണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കണ്ട് പെട്ടെന്ന് പാമ്പാണെന്ന് തോന്നിയാൽ അത് പാമ്പാകുമോ? ഇല്ല. വെളിച്ചം വന്നു കഴിയുമ്പോൾ അത് കയറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫണി നാരായണ പോലെ തന്നെയാണ് കുടവും പാരായിരുന്നു. കുടത്തിൻ്റെ സത്തെന്ന് പറഞ്ഞാൽ എന്താണ്?
മണ്ണാണ് അല്ലേ. അത് ഗുരു അദ്വൈതീപിക അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, മൃത്തിൻ വികാരം ഇത് അസത്യം, അതിലൊക്കെ മൃത്യത് സത്യം അത്ര എന്ന് പറഞ്ഞൊരു വഴിയില്ല, ആ വരിക കേട്ടോ. അത് മൃത്തിൻ വികാരം എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അസത്യമാണ്, അവിടെ സത്യമായി നിൽക്കുന്നത് മണ്ണ് തന്നെയാകുന്നു എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് ഗുരു. ഉദാഹരണത്തിലൂടെ അങ്ങനെ ഓരോ ഉദാഹരണത്തിലൂടെ ഗുരു നമ്മൾ കൃത്യമായിട്ട് പറയും. 7ാമത്തെ മന്ത്രത്തിൽ 3ാമത്തെ വരിയിൽ മൃത്തിൻ വികാരം അത് അസത്യം ഇതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്തെ. അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന സാധനത്തിലൊക്കെ സത്യമായി നിൽക്കുന്നത് എന്താണ്? മണ്ണ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? കുറച്ച് നാളത്ത് ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്ന വസ്തു. അതിന് സത്യമുണ്ടോ? ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതിനൊന്നും സത്യമില്ല, ഉള്ളതിന് നാശമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഗുരു ഈ 3 ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ മൃത്ത് പറഞ്ഞെങ്കിൽ ഇവിടെ വേറൊരു വാക്ക് പ്രയോഗിച്ചെന്നേ ഉള്ളൂ, പാര്, മണ്ണെന്നല്ലേ. കുടം 7ാമത്തത് അദ്വൈത ദീപിക 7ാമത്തെ മന്ത്രത്തിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, കുടവും പാരായിടുന്ന അതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടാകിലും. നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ, നമ്മൾ അതിൻ്റെ പുറന്തോട് മാത്രം കണ്ട് അതാണ് സത്യമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ഉള്ളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു തേങ്ങ എന്ന് പറയുന്ന വസ്തു പല രീതിയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റും അല്ലേ. അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്ക് ആ തേങ്ങയ്ക്കകത്ത് എന്താണെന്ന് അറിയാൻ പറ്റുമോ? അത് പൊട്ടിച്ച് നോക്കിയ ആൾക്ക് മാത്രമേ അതിനുള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പുറമേ കണ്ടിട്ട് അത് വെറും പുറന്തോടാണ് തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ എങ്ങനെയാണോ? ആ തൊണ്ട് പൊതിച്ച് കിട്ടുന്ന ഒരു പുറന്തോടാണ് തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാകുമോ? അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ കണ്ടത് പുറന്തോടാണ്, അത് സത്യമാണ്. പക്ഷെ അത് പൊട്ടിച്ച് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ വെറും കട്ടിയുള്ള പുറന്തോട് മാത്രമല്ല എന്ത് തേങ്ങ, അതിനുള്ളിൽ നമുക്ക് പാനം ചെയ്യണം, നല്ല അല്ലേ, നല്ല രസമുള്ള പാനീയമുണ്ട്, പിന്നെ നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനമുണ്ട്. ഇതൊക്കെ അത് പൊട്ടിച്ച് നോക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ പരമമായ സത്യത്തെ അറിയാൻ പറ്റും. നമ്മളിത് ബാഹ്യമായി കണ്ടിട്ട് ഇതിനെ അറിയുന്നില്ലേ. ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം എന്ന് ഗുരു എവിടെ പറഞ്ഞിരുന്നുണ്ട്? ആത്മോപദേശത്തിൽ 66ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, ഇര മുതലായവയൊക്കെയും വരുമിനിയും വരവറ്റു നിൽപ്പതേകം അറിവത് നാം അതുതന്നെ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളും വന്നും പോയി നിൽക്കും, പക്ഷെ വരവും പോക്കും മറ്റും നിൽക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ. അതെന്താണ്? അറിവാകുന്നു. അറിവത് നാം അതുതന്നെ, നാമേ അറിവ് തന്നെയാകുന്നു അല്ലേ. മറ്റുമെല്ലാവരും എന്ന ഗുരു പ്രയോജനം. മറ്റുമെല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ബാക്കി സർവ്വചരാചരങ്ങളും എന്ത് തന്നെ ഇത് തന്നെ വടിവാർന്ന് നിന്നിരിക്കുന്നു. ഈ അറിവിൻ്റെ തന്നെ പല ഭേദങ്ങളാണ്. ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണമാ സത്യം. അത് ആഭരണങ്ങൾ പല രൂപത്തിലുണ്ട്, പല ഷേപ്പിലുണ്ട്, എന്തൊക്കെ ഇതിലുണ്ടല്ലേ. പക്ഷെ അതിലൊക്കെ സത്യമായിട്ടിരിക്കുന്ന സ്വർണ്ണം അത്. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മത്തിൻ്റെ തന്നെ അംശങ്ങളാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എന്ന് ഗുരുവിൻ്റെ എല്ലാ കൃതിയെന്ന് പറയുന്നത് എന്താണ്? ഈ പരമമായ സത്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുക. നമ്മുടെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗുരു പറഞ്ഞു തരുന്നത്. പിന്നെ ആത്മോപദേശം തോന്നുന്ന ദാർശനിക കൃതിയിൽ പോലും ഗുരു ആരെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്? ഗുരുവിൻ്റെ സ്വരൂപം പറഞ്ഞു. ഈ അരുമയെ ആരറിയുന്ന ഹോ, നിങ്ങളെന്താ കാണുന്നത്? നിങ്ങൾ ഈ നാരായണ ഈ ശരീരവാത്ത കാണുന്നത്. നാം ശരീരമാണോ? അല്ല, നാം അറിവാകുന്നു. ഈ നാരായണൻ എന്ന് പറഞ്ഞ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും ആരുണ്ട്? അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഈ ശരീരം ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അവിടെ നാം നിന്ന് ഗുരു പ്രയോഗിച്ചിരിക്കുന്ന നമ്മളെ എല്ലാവരെയും എല്ലാം അതിൻ്റെ അംശം തന്നെയാണ്. പക്ഷേ ഗുരു സ്വന്തമായിട്ട് സ്വസ്വരൂപത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് ഓരോ കൃതിയിലും. കാരണം ആ കൃതി എഴുതാൻ സാഹചര്യം തന്നെ അത് തന്നെയല്ലേ. കൊല്ലത്തുകര ക്ഷേത്രത്തിൽ വെച്ച് കൊലതിരിയസ്തവ എഴുതി കൊടുത്തപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, എനിക്ക് ഗുരുവിൽ മാത്രമേ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ ഭക്തന് ആണ് ഗുരു ഏത് എഴുതി കൊടുക്കാൻ പറഞ്ഞത്? ഗദ്യപ്രാർത്ഥന. അപ്പോൾ അവിടെ ആരെക്കുറിച്ച് എഴുതി കൊടുത്തത്? ഗുരുവിൽ വിശ്വാസമുള്ള ആൾക്ക് ഗുരുവിൻ്റെ സ്വരൂപമല്ലേ പറഞ്ഞു കൊടുത്ത ഗുരു. ഈ ഉപദേശിച്ചെന്ന പരമാത്മാവിൽ വിശ്വസിക്കുന്ന താൻ ആരാകും തന്നെയാകുന്നു? സർവ്വതും നിറഞ്ഞിരിക്കുന്ന ജീവാത്മാ അംശത്തിന് ജീവൻ നൽകുന്ന ആ പരമാത്മ സ്വരൂപം തന്നെയാകുന്നു നാം എന്നാണ് ഗുരു നമുക്ക് വെളിപ്പെടുത്തുന്നത്. കാരണം ഇതൊന്നും അറിയാതെ, ഇത് അന്വേഷിക്കാതെയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പുറംപോട് കണ്ട് ആൾക്കാർ പറയുന്നതല്ലേ.
അത് വിശ്വസിക്കണമെങ്കിൽ ഗുരുവിൻ്റെ കൃതി പഠിക്കണ്ടേ. ഇതിനകത്തല്ലേ ഗുരുവിനെ കുറിച്ച്, ഗുരുവിൻ്റെ അക്ഷരസ്വരൂപ ഗുരുദേവ കൃതി എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കൃതിയിലും തന്നെ ഗുരുസ്വരൂപം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളത് ഇതുണ്ടോ, ഓരായെങ്കിൽ ഇതെല്ലാം ഉണ്ടതാ, അന്വേഷിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആരായത് ആഞ്ഞാൽ നമുക്ക് കേട്ടല്ലോ. നമുക്കില്ലേ ഗുരുസ്തവത്തിലും എന്താ ഗുരു നമ്മളോട് പറഞ്ഞു തന്ന കുമാരനാശാന്, യാതൊരുവനാണോ ആരായുന്നത് അവനിലെ അന്ധകാരത്തെ ഇല്ലാതാക്കി അവന് നേരാൻ വഴി കാട്ടുന്ന ഈ ഗുരു തന്നെയാണ് പരദൈവമെന്ന് പറഞ്ഞു തരും. ഇത്ര വ്യക്തമായിട്ട് ഗുരുവിനോട് ചേർന്നിരിക്കുന്നവർ നമുക്ക് ഗുരു സ്വരൂപം പറഞ്ഞു തന്നിട്ട് അത് തിരിച്ചറിയാൻ, അത് അന്വേഷിക്കാനും പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരും പറയുന്നതെന്ന് മനസ്സിലായി ചൊല്ലുന്നത് എങ്ങനെയാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടവും പാരായിടുന്നു, അതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടഖിലവും. വേരായ നിൻ കഴലിലാരാധനം തരണം, ആരാലിതിനൊരു വരം നേരായി വന്നിടുക, വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി. അല്ലയോ രാജയോഗ ജനനി, ഇവിടെ പരമമായി നിൽക്കുന്ന സത്യം നീ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്, ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതാണ് എന്ന് ഗുരു പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ. മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീലാസ്യം ആടിവിടും, ഈ കീലാലവായനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും, അതിനാലാരുമുള്ളതറിവിലാകമാന്ത നിലയേ. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥമെല്ലാം കൃത്യമായിട്ട് ഈ പദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. ഒന്ന് നോക്കിയേ. മേലായ മൂലമതിയാൽ, ആ വേരായ ആ ബുദ്ധിയല്ല, ആദിമമായുള്ള ബുദ്ധി എന്നർത്ഥം. മൂലമതിന്നേ ഉള്ളു, മതിയ ബുദ്ധിയാണ് കേട്ടോ. അവിടെ ആദ്യമുണ്ടായ ആ അറിവില്ലേ, അതിനെ പറഞ്ഞു മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യം ആടി വിടും. നിന്റെ ലാസ്യ നടനമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും എന്ന് പറയുന്നത്. നീ ലാസ്യം ആടി വിടും ഈ കീലാലവായ അനല കോലാഹലം. ഇവിടെ അനലമാണ് ആ പദം, വനലം എന്ന പദമില്ല. അനലം എന്ന് പറഞ്ഞാൽ എന്താ, തീ, അഗ്നി. കാരണം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ആണ് എന്ത്, ഈ പഞ്ചീകൃതമായ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. കോലാഹലം എന്ന് പറഞ്ഞാൽ പലതരം കൂട്ടങ്ങളുടെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ബഹളത്തിനെയാണ് നമ്മൾ ഭയങ്കര കോലാഹലം എന്ന് പറയത്തില്ലേ. പ്രത്യേക ഒരു ശബ്ദമില്ല, എല്ലാത്തിൻ്റെയും കൂടി ഒരു അനല വരണ്ട. വരണ്ട. അനലം എന്ന് പറഞ്ഞാൽ തീ, അഗ്നി കേട്ടോ. കീലാല എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം. വായു എന്ന് പറഞ്ഞാൽ വായു, അനലം എന്ന് പറഞ്ഞാൽ അഗ്നി. കീലാല വായു വനല കോലാഹലം ഭുവനം. എന്താന്ന് പറയാം, ഈ പഞ്ചഭൂതത്തിനെ 3 ഗുരു എടുത്ത് പറയുന്നത് അല്ലേ. മിക്കവാറും കൃതികൾക്കകത്ത് അങ്ങനെ വരത്തില്ലേ, ഒന്നിനെ മാത്രം ഗുരു എടുത്ത് പറയാറുണ്ട്. അപ്പം പറയുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു കോലാഹലമാണ് എന്ത്, ഈ ഭുവനം എന്ന് പറയും. ഇത് എന്താ ഉള്ളത്, ആലാപന മാത്രം, ഇത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. ഒരു കെട്ടിടത്തിന് ഇപ്പം നിങ്ങളുടെ ആ കെട്ടിടം എന്ത് ചെയ്യേ, പൊളിച്ചു കഴിഞ്ഞാൽ അതുണ്ടോ, കുറച്ച് അതിനകത്ത് സത്യമായി കുറച്ച് കല്ലും മാത്രമേ ശേഷിച്ചുള്ളൂ, ബാക്കിയെല്ലാം ഇല്ല. അതുപോലെ തന്നെയാണ് ഈ വിശ്വം, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. ഇത് ഈ കൂടുന്ന പഞ്ചഭൂതങ്ങളുടെ ഒരു കോലാഹലം, ഒരു ബഹളമാണ്. അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എന്ന് ഗുരു. കോലാഹലം ആലാപന മാത്രം അഖിലം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പക്ഷേ ഇതിനെ കാണാതെ ഈ പുറമേ ഉള്ളതിനെ കാണുന്നത് എന്തുകൊണ്ടാണ്, അതും ഗുരു പറഞ്ഞു തരുവാണേ. കാലാദിയായ മൃദു നൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും. അങ്ങനെ എടുക്കണം, അമ്മയുടെ മെയ് മേലാകെ മൂടും. കണ്ടോ, അതായത് കാലം തുടങ്ങിയ ഒരു മൃദുവായ നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു ലീലാപടം. ലീല എന്ന് പറഞ്ഞ മായ പോലത്തെ വസ്തുവിനാണ് നമ്മൾ ലീലയെന്ന് പറഞ്ഞല്ലേ. ലീലാപടം ഭവതി മെയ് മേലാകെ മൂടും. അല്ലയോ അമ്മേ, നിന്റെ ശരീരം മുഴുവൻ മൂടുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അതിനാൽ ആരും ഉള്ളത് അറിവീല ആഗമാന്ത നിലയെ. നീ ആഗമാന്തങ്ങളിൽ വസിക്കുന്നവളാണ്. നിന്റെ നില എവിടെയാണ്, വേദത്തിലുമാണോ,
വേദാന്തത്തിലാണ് നീ ഇരിക്കുന്നത് അല്ലേ. വേദത്തിലെ അവസാനത്തിലാണ് ആഗമാന്തം ഉപനിഷത്തിനെ പറയുന്നത് വേദാന്തം എന്ന് പറയുന്നത്. അതാണ് നിന്റെ നില എപ്പോഴും എവിടെയാണ്, നീ ആഗമാന്തത്തിലാണ് വസിക്കുന്നത്. വേദത്തിനപ്പുറം ആര് പോയില്ല, ശങ്കരൻ പോലും വേദത്തിനപ്പുറം പോയില്ല എന്ന് ഗുരുവിൻ്റെ മൊഴിയുണ്ട്. അവിടെ പ്രമാണം കണ്ടെത്തിയപ്പോൾ അവിടെ അങ്ങ് നിന്നു അവരൊക്കെ. പക്ഷേ വേദാഗമ സാരങ്ങൾ അറിഞ്ഞത് ആരാണ്, ഗുരുവാണ്. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഭേദചിന്ത ഇല്ലാത്ത. ഗുരുസ്തവമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ സ്വരൂപം എത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത്. കാരണം ഈ ഗുരുകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് അതിന് അത്രയും വലിയ ആധികാരികതയുള്ളത്. കാരണം ഇവരെല്ലാം വേദത്തിൽ, നീ എവിടെ, നിന്റെ നില എപ്പോഴും എവിടെയാണ്, നീ വേദാഗമത്തിൻ്റെ സാരം അറിഞ്ഞ അല്ലേ, നീ വേദാഗമ സാരം അറിഞ്ഞ ആര് തന്നെയാണ്, അങ്ങൊരുവൻ താന്നല്ലേ പറയുന്നത്. വേദാഗമ സാരം പറഞ്ഞത് അങ്ങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഭേദചിന്തയില്ല. നാമും ഈ മാവും തമ്മിൽ പറ ഒരു ഭേദവുമില്ല. ഗുരു ശിവഗിരിയിൽ ഇരുന്നപ്പോൾ ഗുരുവിൻ്റെ ഭക്തനോട് പറഞ്ഞ വിവരം ഇത്. നമുക്കാർക്കെല്ലാം ഇങ്ങനെ പറയാൻ പറ്റുമോ, നമ്മൾ തമ്മിൽ ഭേദമാണ്, പിന്നെ ആ മാവിനെ പറയുന്നതല്ലേ. അത് പറഞ്ഞ അത്രമാത്രം തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന ഗുരു എന്താണെന്ന് ഒരു ഉപനിഷത്ത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ മലയാളത്തിലേക്ക് അല്ലേ. അത് ഭാഷ്യമല്ല, ഭാഷയാണ് തന്നത്, ഈശാവാസ്യം. കാരണം ആ ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ പരമമായ ചൈതന്യം എന്താണെന്ന്. ആ നിലയാണ് ഗുരുവിൻ്റെ നില. ആ നില കൊണ്ട് തന്നെയാണ് ഗുരു നമുക്ക് ദിവസവും നമ്മൾ ചെല്ലേണ്ട ഒരു കൃതിയാണേത്, ഈശാവാസ്യ ഉപനിഷത്ത്. കാരണം ഇത്രയും ഉപനിഷത്തുകളുണ്ട്, 1000-ലധികം ഉപനിഷത്തുകൾ ഉണ്ടാഞ്ഞിട്ട് ഒറ്റ ഒരു ഉപനിഷത്ത് ഗുരു ഭാഷ്യമല്ല, ഭാഷ, അതിന് തനതായ സ്വരൂപം ഇപ്പുറത്തോട്ട് മലയാള ഭാഷയിൽ നമുക്ക് തന്നതാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചൊല്ലുമ്പോൾ അറിഞ്ഞ് കഴിച്ചാലും അറിയാതെ കഴിച്ചാലും മരുന്നിന് ഫലം കിട്ടത്തില്ലേ. ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്നിൻ്റെ കണ്ടന്റ് മുഴുവൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് കഴിക്കുന്നത്. എൻ്റെ അസുഖം പോകണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഒരുപാട് ഇതിൻ്റെ ആഴത്തിലേക്കൊന്നും പോലെ എൻ്റെ ഭഗവാൻ എനിക്ക് തന്നതാണ്, അത് എനിക്ക് ഹിതമുള്ളത് തന്നെയാണ് തന്നത്. ആ ഒരു ചിന്തയോടുകൂടി തീർച്ചയായിട്ടും ഗുരുദേവകൃതികൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ ഫലമുണ്ടാകും, ഉണ്ടാവാതെ ഇരിക്കില്ല. ചില താമസിച്ചാലും എങ്ങനെയാണ്, ചില മരുന്നൊക്കെ പിടിക്കാൻ എങ്ങനെയാണ്, സമയം എടുക്കത്തില്ലേ. പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സാധനം പിന്നെയും വരത്തില്ലേ, പിന്നെയും വരും. എന്നാൽ സാവധാനം അത് കുറഞ്ഞ് അതിൻ്റെ വേരോടെ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. അതുപോലെയാണ് ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദമെന്ന് പറയുന്നത്. അത് കിട്ടാൻ ഇച്ചിരി താമസം എടുക്കും, നല്ല പരീക്ഷണമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ നടുനിലയിൽ നിന്ന് വർത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അവിടെ ഭഗവാൻ നമ്മളെ തുണയ്ക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇത്ര പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടായാലും അതിനൊരു പരിഹാരം ഭഗവാൻ തന്നെ നമുക്ക് തരും. ആരിലൂടെയെങ്കിലും തരും, ഒരു വാക്കിലൂടെയെങ്കിലും ഒരു നോക്കിലൂടെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പരിഹാരം ഗുരു തന്നിരിക്കും. അത്രയ്ക്ക് കാരുണ്യമുണ്ട് ഗുരുവിൻ്റെ ആ കടാക്ഷത്തിന്. പരമമായ സത്യമാണ് ഗുരുസ്തവത്തിലൂടെ നമുക്ക് പറയാം. താൻ അനുഭവിച്ച്, കാരണം കായിക്കരയിൽ ആരും അറിയാതെ ഒടുങ്ങിപ്പോകേണ്ട ഒരു ജന്മമല്ലായിരുന്നോ. എത്രയോ കവികൾ ഗുരുവിന് മുൻപുണ്ട്. വെളുത്തേരി കേശവനാശാനൊക്കെ പ്രഗത്ഭരായ കവികൾ, പെരുന്നെല്ലി ഒക്കെ നല്ല കവികൾ, കുമാരനാശാന് മുന്നേ ഉള്ള കവികൾ. പക്ഷെ അവരെ ആരും ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഓർത്തേ, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളൂരിൻ്റെ കാവ്യങ്ങളോ വള്ളത്തോറിൻ്റെ കാവ്യങ്ങളോ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആരുടെ കവിതകളാണ്? ആശാൻ്റെ കവിതകളല്ലേ. ആശാൻ്റെ ദുരവസ്ഥയ്ക്ക് മരണം വരുമോ? ഇല്ല. ആശാൻ്റെ ചണ്ടാല പിശുകി, ആശാൻ്റെ സീത ഒരിക്കലും മരിക്കില്ല. പടുരാക്ഷസ ചക്രവർത്തി എന്നെ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന് സീത ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളും സമൂഹത്തോട് ചോദിക്കുന്നേ അല്ലേ. കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം ഉപദ്രവിക്കുന്നവരോട് ആ കുഞ്ഞ് ചോദിക്കുക, എൻ്റെ തെറ്റാണോ ആ രാക്ഷസൻ എന്നെ ഉപദ്രവിച്ചതാണോ? അല്ലല്ലോ. ഇന്നും മുഴങ്ങി കേൾക്കുന്ന വാക്കുകളല്ലേ. അങ്ങനെ കുമാരനാശാൻ്റെ ഏതൊരു കാവ്യം എടുത്താലും അത് കാലാതീതമായി നിൽക്കുന്നതാണ്. കാരണം ഗുരുവിൽ നിന്ന് ആർജിച്ച ഒരു ശക്തി കൊണ്ടാണ് കുമാരനാശാൻ്റെ കവിതകളെല്ലാം വരുന്നത്. അപ്പോൾ അതിനൊരു സത്യമുണ്ട്, അതെന്നും നിലനിൽക്കുക തന്നെ, കാലാതീതമായി എന്നും നിൽക്കും. ഗുരു ആശാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇന്നും എപ്പോഴും പ്രശസ്തം തന്നെ. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടോ? ഇല്ല. അതെന്നും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗുരു വലിയൊരു സത്യം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇനി ഉദാഹരണ സഹിതം ഗുരു പറഞ്ഞു തരും നമ്മൾക്ക്. മറ്റൊക്കെ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറയാൻ വേണ്ടി തിരയെടുത്ത് ഗുരു ഫണിയെടുത്തു അല്ലേ,
കുടമെടുത്തു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഉലകവും ഇല്ലാത്തതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ നീ തന്നെയാകുന്നുവെന്ന് ഗുരു പറഞ്ഞു തരുന്നതാണ് ഈ 6ാമത്തെ മന്ത്രത്തിൽ. ഓരോന്നും പറഞ്ഞ അർത്ഥം പറഞ്ഞു പോയി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കൂട്ടർത്ഥം എഴുതണമെങ്കിൽ വാക്കുകളുടെ അർത്ഥം എഴുതിയാൽ മതി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയത് കേട്ടോ. മീനായതും ഭവതി മാനായതും ജനനി. ഞാൻ ചൊല്ലുമ്പോൾ കൂടെ ചൊല്ലണ്ട, നിങ്ങൾ കേട്ടിരിക്കണം. അത് കഴിഞ്ഞ് കൂടെ ചൊല്ലാൻ പറയുമ്പോൾ ചൊല്ലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം നിങ്ങൾ എൻ്റെ ഒടുക്കിലെങ്കിൽ ചൊല്ലി പോകത്തേ ഉള്ളൂ. ഞാൻ ചൊല്ലുമ്പോൾ ഇവിടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അപ്പം നിങ്ങൾക്ക് കിട്ടും ചൊല്ലാൻ. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗം താനായതും. മനസ്സിലായോ? അവിടെ വരെ നിർത്തണം. ധരനദീ നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ചൊല്ലുന്ന കിട്ടിയോ? മീനായതും ഭവതി. ഇവിടെ മീനെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? സകല ജലജീവിയായിരിക്കുന്നതും. ഒരൊറ്റ മീനെ പറഞ്ഞുകൊണ്ട് സകല ജലജീവികളെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടല്ലോ. സകല ജലജീവിയെ മീനായത് ആര് തന്നെയാണോ? ഭവതി. ഈ മീനായിരിക്കുന്നത് ആരാണ്? ഈ സകല ജലജീവിയായിരിക്കുന്നു. അല്ലയോ അമ്മേ, നീ തന്നെയാണ്. ഇനി മാനായതും ജനനി. ഈ മാനെന്ന് പറഞ്ഞാൽ എന്തിനാ അർത്ഥമാക്കുന്ന? എല്ലാ കാട്ടിലെ സകല കാട്ടുജീവിയായിരിക്കുന്ന മാന് അല്ലേ ഇരിക്കുന്നത് ആര് തന്നെയാണ്? അല്ലയോ അമ്മേ, നീ തന്നെയാണ്. ആ നീ തന്നെയാണ്. നീ നാഗവും. നാഗമാരാണ്? സർപ്പമായിരിക്കുന്നത്. സകല ഇഴഞ്ഞു പോകുന്ന സകല ജീവികളും അതിനകത്ത് വിടും. പാമ്പ് മാത്രമല്ല, ഇഴഞ്ഞു പോകുന്ന സകല ജീവികളും. നീ നാഗവും നഖഖം താനായതും. അവിടെ അങ്ങനെ തന്നെ ചൊല്ലണം. നഖഖം നിർത്താൻ പറ്റത്തേയില്ല. ഹൈഫന് ശേഷം നീ നാഗവും എന്ന് ചെറുതായിട്ട് നിർത്തുക. അതിനുശേഷം നമ്മൾ എങ്ങനെ ചൊല്ലണം? നഖഖം താനായതും. പക്ഷിയായതും പർവ്വതമായതും ആര് തന്നെയാണ്? അല്ലയോ അമ്മേ, നീ തന്നെ. താൻ തന്നെയാണ് ഈ പക്ഷിയായതും പർവ്വതമായിരിക്കുന്നതും. മനസ്സിലായോ? നീ നഖഖം താനായതും. പിന്നെ എന്താ പറയുക? ധര. ഈ ഭൂമി നീ തന്നെയാണ്. നദി. ഈ ഭൂമിയിലൂടെ എഴുതുന്ന വെള്ളങ്ങൾ, ഈ വെള്ളവും ആരാണ്? നീ തന്നെയാകുന്നു. നീ ധര, നദി, നാരിയും നരനും. സ്ത്രീ, ഈ പെണ്ണായിരിക്കുന്ന ഈ സ്ത്രീ ആയിരിക്കുന്നതും ഈ നരനും ആ നാഗവും. നാഗം എന്താണ്? സ്വർഗം. നാഗം സ്വർഗമാണ്. നാഗം നമ്മൾ പഠിച്ചിട്ടില്ലേ? നാഗം ഈ സ്വർഗമായാണ്. ഈ നരകവും ആര് തന്നെയാണ്? നീ തന്നെയാണ്. സ്വർഗവും നരകവും ഇവിടെ തന്നെയേ, നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഇരിക്കുന്നല്ലേ? അത് തന്നെ ഇരിക്കുന്ന. ഇനി പറയുകയാണേ, നീ നാമരൂപമതിൽ സകല നാമരൂപമായിരിക്കുന്നതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും. ഈ പ്രകൃതിയുടെ സകല നാമരൂപങ്ങളായി പ്രകൃതിയിൽ കാണുന്ന സകലതും ആര് തന്നെയാണ്? ആര് തന്നെയാണ്? ഈ പ്രകൃതിയിലെ സകല വൈജാത്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിൽ കാണുന്ന സർവ്വതും ആര് തന്നെയാണ്? നീ തന്നെയാവുന്നെന്ന് പറയും. ഈ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും. ഈ ഞാനും ആര് തന്നെയാകുന്നു? ഈ ഞാൻ ആര് തന്നെയാണ്? ഈ ഞാനും. അല്ലയോ അമ്മേ, നീ ഞാൻ തമ്മിൽ വലിയ ഭേദമുണ്ടോ? ഒരു ഭേദം. ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി. അല്ലയോ അക്ഷരസ്വരൂപിണി. അഹോ നാടകം നിഖില. ഇതൊരു നാടകമാകുന്നു. പക്ഷേ നടനെയല്ല നമ്മൾ കാണുന്നത്. ആരെയാ കാണുന്നത്? നടനാടുന്ന വേഷങ്ങളിലാണ് നമ്മൾ ഭ്രമിച്ചു പോകുന്നല്ലേ. ചില വേഷങ്ങളൊക്കെ അയ്യോ മമ്മൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലതിനകത്ത് വരുമ്പോൾ എനിക്കിഷ്ടമില്ല മമ്മൂട്ടിനെ. മമ്മൂട്ടി എന്തെങ്കിലും പഴച്ചോ? നമ്മൾ ആ വ്യക്തിയിലല്ല, ആ ആടുന്ന ഭാവങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വേഷം അഴിച്ചു മാറുമ്പോൾ അവിടെ സത്യമായിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ആ സത്യമായ നടൻ മാത്രമേ. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് ഗുരു ആത്മോപദേശം 31-32 മന്ത്രത്തിൽ നമുക്കിത് വെളിപ്പെടുത്തുന്നുണ്ട്. അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതി ഇല്ലിത് മുന്നമക്ഷിയാലെ അനുഭവിയാതത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞിടണം. നമുക്കറിയാത്തത് കൊണ്ട്, നമുക്ക് അനുഭവം ഇല്ലാത്തത് നമ്മളെന്താ പറയുന്നത്? അതില്ല. അനുമതി എന്ന് പറഞ്ഞാൽ ഊഹമെന്നാണ്. ഊഹം കൊണ്ട് നമുക്ക് എന്തിനേലും അറിയാൻ പറ്റുമോ? അല്ലേ? അനുമതിയാൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലെന്ന് ഗുരു പറയാം. നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും
ഇല്ലാത്തതെന്ന് പറയും. ഇനി പറയുകയാണേ, അറിവതു ധർമ്മിയയല്ല, ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. നമ്മൾ എന്തിനെയാണ് അറിയുന്നത്? ധർമ്മത്തിനെ അറിയുന്നത്. ധർമ്മിയെ അറിയുന്നുണ്ടോ നമ്മൾ? ഒരു രഥം എടുക്കുന്നുണ്ട്. നമ്മുടെ ഉപനിഷത്തിൽ നമ്മളെ അങ്ങനെ കാണിച്ചു തരുന്ന, ഇല്ലാത്തതാണെന്ന് കാണിച്ചു തരുന്ന. രഥത്തിൻ്റെ ചക്രം എടുത്തുന്ന രഥമാകുമോ? അതിൻ്റെ ഓരോന്നായി എടുത്തു കഴിഞ്ഞാൽ അതാകുമോ? അത് ഇല്ല. എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ രഥമെന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ പ്രപഞ്ചമെന്ന് പറയും. അത് ഉള്ളതാണോ? അതിനെ ഓരോന്നതായി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ? ഓരോന്നതായി മുറിച്ച് കഴിഞ്ഞാൽ അവയവം ഉണ്ടോ? ഇല്ലല്ലോ. അത് അദ്വൈതീവികത പറഞ്ഞതില്ലേ, പ്രപഞ്ച സത്യം അദ്വൈതീവികത ഗുരു നമുക്കത് വെളിപ്പെടുത്തി തരുന്നതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലം. ഇതൊരു നാടകം മാത്രമാകുന്നു. സത്യമായിട്ടുള്ളത് അതെന്താ ഉള്ളത്? നടൻ മാത്രമേ സത്യമുള്ളൂ, നാടകം സത്യമല്ല. അവർ വേഷം അഴിച്ചു കഴിയുമ്പോൾ ആ വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നിൻ്റെ വെറും കേവലമായ ഒരു നാടകമാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു തരുന്നത്. ഇവിടെ ഗുരു പറയുന്ന നോക്കിയേ, നീ തന്നെ, ഈ ഞാനായതും നീ തന്നെയാണെന്ന് ഗുരു പറഞ്ഞത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 9 നവരത്നങ്ങൾ കൊണ്ട് ജനനിയെ, ആ അമ്മയെ പൂജിച്ചപ്പോൾ ഇവിടെ ഗുരു എന്താണ് പറഞ്ഞത്? ഈ ഞാൻ ആര് തന്നെയാണ്? അമ്മേ, ഈ നീ തന്നെയാണ് ഞാനിരിക്കുന്നത്. ഇവിടെ ഒരു നാടകമാണ്. ഗുരു സാക്ഷാൽ എന്തു തന്നെയാണ്? ജ്ഞാനമാകുന്നു. ജ്ഞാനിയല്ല, അദ്വൈതവാദിയല്ല. ഗുരു ആരാകുന്നു? അദ്വൈതിയാണ്. അതായത് ഉപ്പും ഉപ്പിലിട്ടതും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഗുരു എപ്പോഴും വേറിട്ട് നിൽക്കുന്നതാണ്. ഗുരുവിന് തുല്യം ഗുരു മാത്രമേ ഉള്ളൂ. ഗുരുവിനെ പോലെ എന്നൊരു പദം പ്രയോഗിക്കുന്നത് തന്നെ നമ്മുടെ അറിവില്ലായ്മയാണ്. എങ്ങനെ ഉപ്പിനെ പോലെയാണ് ഉപ്പിലിട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് ശ്രീനാരായണ, ഒരുപാട് പേര് പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ പോലെ. ഗുരു ആരെ പോലെ എന്താ ചെയ്തത്? ഗുരു ഇവിടെ ഒരു ഭാഷ്യം നമുക്ക് തന്നോ? ബാക്കി വന്ന ആചാര്യന്മാരെല്ലാം ഇവിടെ നിലനിന്ന പ്രസ്ഥാനത്തിന് അവരെന്ത് ചെയ്തത്? ഭാഷ്യം ചമയ്ക്കുകയോ ചെയ്തല്ലേ. എന്നാൽ ഗുരു ഒരിക്കലും അങ്ങനെ ഒരു ഭാഷ്യം നമുക്ക് തന്നിട്ടില്ല. ഗുരുവിൻ്റെ തനതായ അവിടുന്ന് കണ്ടെത്തിയ പരമമായ സത്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. സത്യദർശിയാണ് ഗുരു, സത്യ അന്വേഷിയല്ല. സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളല്ല ഗുരു. ഗുരു ആരാണ്? സത്യം കണ്ടെത്തിയ സത്യദർശിയാണ്. അതുകൊണ്ടാണ് ഗുരു നമുക്ക് മന്ത്രദ്രഷ്ടാവാണ് ഗുരു, സൂത്രകാരനാണ് ഗുരു. അപ്പോൾ ഗുരുവിന് തുല്യം ആരുള്ളു? ഗുരു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഉറപ്പിക്കുക. ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗുരുദേവകൃതി മനനം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അത് പറയാനിത് പറഞ്ഞു. അപ്പം ഞാനിത് അർത്ഥം ഒന്ന് വായിച്ചു കേൾപ്പി, കൂട്ടർത്ഥം ഒന്ന്. എന്തോ ഇല്ല, പ്രകൃതിമാൻ ചേർത്ത് വേണം ചൊല്ലുന്നത്. ഹൈഫൻ ശേഷം അല്ലേ പ്രകൃതിമാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും എന്നുള്ള അർത്ഥമേ ഉള്ളൂ പ്രകൃതിമാൻ. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള ഈ സകല വൈജാത്യങ്ങളും നീ തന്നെയാകുന്നു എന്നർത്ഥമാണ്. മനസ്സിലായോ? ഈ സകല പ്രകൃതി പ്രതിഭാസങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് പറയാം പ്രകൃതിമാൻ എന്ന് പറഞ്ഞാൽ. ആ ഒരർത്ഥം എടുത്താൽ മതി. ഇത് ഞാൻ ഇതിൻ്റെ അർത്ഥം വായിച്ച് കേൾപ്പിക്കാവേ. അറിവിൻ്റെ കേവല ഭാവമായ നാദമാകുന്ന സ്വരൂപത്തോടു കൂടി അമ്മേ, നിന്റെ സ്ഥൂല സങ്കല്പന രൂപം പകർന്നത് തന്നെയാണല്ലോ മീനായിരിക്കുന്നതും മാനായിരിക്കുന്നതും. നീ തന്നെയാണല്ലോ പാമ്പായിട്ടും പർവ്വതമായിട്ടും പക്ഷികളായിട്ടും രൂപം പകർന്നിരിക്കുന്നത്. ഈ ഭൂമണ്ഡലം ആകെ ഇരിക്കുന്നതും ഭൂമണ്ഡലം ആയിരിക്കുന്നതും അതിലൊഴുകുന്ന നദിയായിരിക്കുന്നതും നീ തന്നെ. സ്ത്രീ ആയിരിക്കുന്നതും പുരുഷനായിരിക്കുന്നതും നീ തന്നെ. സ്വർഗമായിരിക്കുന്നതും നരകമായിരിക്കുന്നതും നീ തന്നെ. സകലതും നീ തന്നെ. സകലതിനെയും വേർതിരിച്ചറിയാൻ ഉപകരിക്കുന്ന നാമമായും രൂപമായിരിക്കുന്നതും നീ തന്നെ. ഈ നാമരൂപങ്ങളോടുകൂടിയ നാനാതരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നാനാതരത്തിൽ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കത്തക്ക വണ്ണമുള്ള ആന്തരിക പ്രകൃതിയോട് കൂടിയവനാണ് ഈ ഞാൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്തരിക പ്രകൃതിയോട് കൂടിയവനാണ് ആര്? ഈ ഞാൻ. ഈ ഞാനായിരിക്കുന്നു ആര് തന്നെയാണ്?
നീ തന്നെയാകുന്നു അല്ലേ, നിന്നിൽ നിന്ന് അന്യമല്ല ഞാൻ, നീ ഞാനും ഒന്ന് തന്നെയാകുന്നു എന്ന് പറയുക ഗുരു. നീ തന്നെയാണ് ഈ സകല പ്രപഞ്ചമായും ഞാനായും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതെന്തൊരാശ്ചര്യമാണ്! സകലതും നീ നടത്തുന്ന നടനത്തിൻ്റെ അഭിനയ മുഖങ്ങൾ മാത്രമാണ്. നീ നടത്തുന്ന അഭിനയങ്ങളാണല്ലേ. ആ അഭിനയം കഴിയുമ്പോൾ അവിടെ സത്യമായിരിക്കുന്നത് അഭിനയിച്ച ആൾ മാത്രമേ ഉള്ളൂ അല്ലേ. അത് തന്നെയാണ് ഗുരു പറഞ്ഞു തരുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ സത്തായിരിക്കുന്നത് ദേവീ രൂപത്തിലേക്ക്, ബ്രഹ്മത്തിന് ദേവീ രൂപത്തിലേക്ക് ഗുരു നമുക്ക് പകർന്നു നൽകിയതാണ്. ഏത്? ജനനി നവരത്നമഞ്ജരി. അപ്പോൾ 6-മത്തത് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി അടുത്തത് അഹോന്ന് ചൊല്ലണം. നാദരൂപിണി അഹോ നാടകമെന്ന്. നാദരൂപിണി അവിടെ നൃത്താണ്. അഹോ നാടകം നിഖിലോ നമ്മൾ എടുക്കണ്ട കേട്ടോ. ഇനി നോക്കി 7-മത് നോക്കിയേ. എൻ പാപം എയ്വതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണു മൗർവി ഒരിരുമ്പാ മനം ധനുർ അഹംഭാവിയാണു വിജയീ. അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം. മനസ്സിലായോ? ഇത് നമ്മൾ പിരിച്ചു ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ തന്നെ കിട്ടും. പക്ഷെ നമ്മൾ ചൊല്ലുന്നത് എങ്ങനെയാണ്? ഒന്നും അർത്ഥം അറിയാതെ ചുമ്മാ അങ്ങ് ചൊല്ലി വിടുകയോ ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ചൊല്ലരുത്. നോക്കി, എൻ പാപം. ഇവിടെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊലപാതകമാണോ പാപം? അജ്ഞാനമാണ് അല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താണ്? അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പാപം. അറിയാതിരിക്കുന്ന അജ്ഞാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം കേട്ടോ. കാരണം ഈ അജ്ഞാനം കൊണ്ടല്ലേ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ? അറിവുകൊണ്ടേ ചെയ്യുമോ? അപ്പോൾ ഏറ്റവും വലിയ ദോഷമെന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം. ഈ അജ്ഞാനമാണ് മാറിക്കിട്ടുന്നത്. അപ്പം എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ആ മറ്റൊരുവൻ്റെ കുഞ്ഞെന്നൊരു ഭേദമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കും നമ്മൾ ആവശ്യമില്ലാതെ. അവൻ വേദനിച്ചാൽ നമുക്ക് വേദനിക്കുന്നത്. അപ്പം വേറൊരു കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, അവൻ എൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നോ എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പോൾ ആ ഒരു അജ്ഞാനമാണ്. അത് വേറെ, ഇത് വേറെ എന്നൊരു ചിന്തയാണ്, ഭേദചിന്തയാണ് എന്തുണ്ടാകുന്നത്? ഈ ആ അജ്ഞാനമാണ് നമ്മളിലേക്ക് പാപം ചെയ്യാൻ പ്രേരണ നൽകുന്നത്. അപ്പോൾ അജ്ഞാനമാണ് ഏറ്റവും വലിയ പാപം. ഇതൊക്കെ എൻ പാപം എയ്വതിന് ഒരമ്പായിടുന്ന അറിവ്. എൻ്റെ പാപത്തെ എയ്തില്ലാതാക്കുന്ന അമ്പ് എന്താകുന്നു? അറിവാകുന്നു. ജ്ഞാനമാകുന്നു, അല്ല അറിവ് തന്നെയാകുന്നു. അറിവുണ്ടായെങ്കിൽ മതി. കാരണം ഇരുട്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇരുട്ടുള്ളതാണോ? ആ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്നൊരു തോന്നലാണ് ഇരുട്ട്. വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുട്ട് കാണുമോ? ഇരുട്ട് സ്വാഭാവികമായിട്ട് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, എൻ പാപം എയ്വതിന് ഒരമ്പായിടുന്ന അറിവ്. എന്നിലെ പാപങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്ന ആ മൂർച്ചയുള്ള അമ്പ് എന്താകുന്നു? അറിവ്, അതായത് ജ്ഞാനമാകുന്നു. ഈ പറയുകയാണ്, നിൻ പാദതാരിലെഴും എൻ അൻപാണ്. എങ്ങനെയാ ചൊല്ലുന്നത്? നിന്റെ പാദതാരിലെഴുന്ന, നിന്റെ പാദത്തിൽ ഉണ്ടായ, നിന്റെ പാദത്തിലേക്ക് വൃത്തിഭാവിക്കുന്ന എൻ്റെ എന്താണ്? പ്രേമമാണ്, എൻ്റെ ഭക്തിയാകുന്നു അല്ലേ. ഭഗവാനോടുള്ള ഭക്തി, മീരയുടെ ഭക്തി. മീരയ്ക്ക് ഭഗവാനുള്ള പ്രേമം പഠിച്ചിട്ടില്ലേ? ഭഗവാനും ഭക്തനും തമ്മിലുള്ള പ്രേമം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കുചേലൻ്റെ പ്രേമം ഭഗവാനോടുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ടല്ലേ. അപ്പം ഈ ഭഗവാനെ നിന്നോടുള്ള എൻ്റെ ആ ഭക്തിയാകുന്നു, എൻ്റെ പ്രേമമാകുന്നു. എന്ത്? മറുവി. മറുവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാണ് വേണ്ടേ? ഇനി ബാക്കി സാധനങ്ങൾ വരുന്നുണ്ട്. ഇനി ബില്ല്. ഞാണ് വേണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ബില്ല് വേണ്ടേ? ബില്ലുണ്ടായാലല്ലേ ഞാണ് കെട്ടാൻ പറ്റത്തില്ലോ. ഞാണേലേ ഉള്ളു കെട്ടാൻ പറ്റും. ഈ ബില്ല് എന്താണ് വരുന്നത്? നമുക്ക് എന്തൊക്കെയായി തന്ന്? എൻ്റെ അമ്പ് കിട്ടിയല്ലേ. അമ്പും കിട്ടി, ഞാണും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ബില്ല് വേണം അല്ലേ. ബില്ല് നോക്കി എന്താന്ന് നോക്കിയേ. നിൻ പാദതാരിലെഴും എൻ അൻപാണു മറുവി ഒരിരുമ്പാം മനം ധനുർ. ഇരുമ്പ് പോലെ കാഠിന്യമുള്ള ഉറപ്പുള്ളതായിരിക്കണം. എന്ത്? മനസ്സ്. ആ ധനുസ് എന്തായിരിക്കണം? മനസ്സാണല്ലേ. അതിനെങ്ങനെ ഉണ്ടായിരിക്കണം?
അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ചാടി, ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും ചാടി എന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുവാ? ഒരു കാര്യവും നടക്കത്തില്ല. അതിൽ കഠിനമായ നല്ല ഉറപ്പുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അരുമയെ അറിയാൻ സാധിക്കത്തു. അല്ലെങ്കിൽ ഓടടാ ഓട്ടം ഓടിക്കൊണ്ടേ ഇരിക്കുമല്ലേ? അതാ ഇവിടെ ഇത് കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തരുന്ന നോക്കിയേ. ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നോക്കിയേ, ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കതിന് മനസ്സിലാകത്തില്ലേ? അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ ഇത് എത്രയോ ആഴത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നല്ലേ? നോക്കിയേ, എൻ പാപം എയ്വതിനൊരമ്പായിടും അറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണു മറുവി ഒരിരുമ്പാം മനം ധനുർ. കണ്ടോ, ഇരുമ്പ് പോലെ കഠിനമായ നല്ല ഉറപ്പുള്ളതായിരിക്കണം ധനുസ് എന്ന് പറയും, ധനുർ. ഇനി ആരാണ് അവിടെ വിജയിക്കുന്നത്? അഹംഭാവിയാണ് വിജയം. അയ്യോ, അഹംഭാവികളാണോ വിജയിക്കുന്നത്? ഇവിടെ എന്താ അഹംഭാവി എന്ന് പറഞ്ഞാ? അഹം, ഞാൻ അല്ലേ, ഞാനെന്ന ബോധമുള്ള ഒരാള്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ അറിയുന്നവനെയാണ് ഇവിടെ അഹംഭാവി. നമ്മൾ പറഞ്ഞ അഹങ്കാരിയല്ല അഹംഭാവി. അഹം എന്ന് പറഞ്ഞാൽ ഞാനെന്ന സത്യത്തെ നമ്മളെല്ലാവരും അറിയാൻ ഞാനെന്ന് പറയത്തില്ലേ? ഞാനെന്ന് പറയുന്നത് ആരെയാ പറയുന്നത്? നമ്മൾ എൻ്റെ കൈ ഞാനാണോ? എൻ്റെ കാല് ഞാനാണോ? എൻ്റെ കണ്ണും മൂക്ക ഇതെല്ലാം ഞാനാണോ? എൻ്റേതൊന്നും ഞാനല്ല. പിന്നെ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്? ഇവിടെ അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വിലമതിയാത്ത വിളക്ക്, അതായത് ആത്മസ്വരൂപമാണ്. അതിനെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നവന് ഭക്തി എന്ന് പറഞ്ഞാൽ ഗുരു ദർശനമാലയ്ക്കകത്ത് പറഞ്ഞു, ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാനുസന്ധാനമാണ് ഭക്തി. ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതിനെയാണ് ഗുരു ഭക്തി എന്ന് പറയുന്നത്. ഇതിലെഴും ആദിമ ശക്തി ഇങ്ങ് കാണും, ഇത് സകലം വെറും ആദിബീജമാകും, മതിയതിലാക്കി മറന്നിടാതെ മതിയറിവാൻ മനനം തുടർന്നിടണം. ആത്മോപദേശതകം 53-ാമത്തെ മന്ത്രത്തിലും ഗുരു ഇത് വെളിപ്പെടുത്തി തരികയുണ്ട്. എല്ലാത്തിലും ഭക്തനെ ഭഗവാനോടൊപ്പം കൈപിടിച്ചുയർത്തുകയാണ് ആര് ചെയ്യുന്നത്? ഗുരു ചെയ്യുന്നല്ലേ? കാരണം മനുഷ്യൻ ഇവിടെ ദാനവനോ മാനവനോ ആകേണ്ടവനല്ല, അവൻ ആര് തന്നെ ആകേണ്ടവനാ? അവൻ ദൈവം തന്നെ ആകേണ്ടവനാ. മനുഷ്യന് മാത്രമേ ദൈവമാകാൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് പറ്റുമോ ദൈവമാകാന്? ദൈവങ്ങളെല്ലാം മനുഷ്യരൂപത്തിൽ വന്നവരല്ലേ? ആണോ? അപ്പം ദൈവം ആകണമെങ്കിൽ ആദ്യം മനുഷ്യനാകണം. മനനം ചെയ്യുന്നവനാണ് മനുഷ്യനല്ലേ? മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ. ജാതിലക്ഷണത്തെ ഗുരു പറഞ്ഞു തന്നില്ലേ നമുക്ക്? അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അഹംഭാവിയാണ് വിജയം. അതായത് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന, അഹത്തെ എപ്പോഴും അറിയുന്നവൻ, അനുഭവിക്കുന്നവനാണ് ഇവിടെ വിജയം ഉണ്ടാകുന്നത് എന്ന് ഗുരു പറയുകയാണ് ചെയ്യുന്നത്. ഇനി പറഞ്ഞു നോക്കിയേ, അമ്പാ തരുന്നു വിജയം. ആരാണ് നമുക്ക് വിജയത്തെ പ്രദാനം ചെയ്യുന്നത്? അല്ലയോ അമ്മേ, നീയാണ് ആ വിജയത്തെ എനിക്ക് പ്രദാനം ചെയ്യുന്നത്. പാപപങ്കിലം അഹംഭാനമാകുമതിനാൽ. ഭാനമെന്ന് പറയുന്ന വാക്കിനർത്ഥം കാഴ്ചയെന്നുണ്ട്, പ്രകാശം എന്നുണ്ട്, തോന്നലെന്ന്, ഇങ്ങനെ അർത്ഥം വരുന്നുണ്ട് കേട്ടല്ലോ. നിൽക്കേ, ഞാൻ വിചാരിക്കും എൻ്റെ അഹം, ഞാൻ പാപപങ്കിലനാണ് എന്ന് ഞാൻ വിചാരിച്ചാലും അത് എൻ്റെ കേവലമായ ഒരു തോന്നൽ മാത്രമാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ തോന്നുന്നത് ഞാൻ പാപിയാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഇതര സമുദായക്കാരല്ലോ മനുഷ്യൻ പാപിയായിട്ട് ജനിച്ചെന്നൊക്കെ പറയത്തില്ലേ? മനുഷ്യൻ പാപിയാണോ? അല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് ആർഷഭാരതം പറഞ്ഞല്ലേ? നമ്മുടെ ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നത് എന്താണ് പറഞ്ഞത്? അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ പാപിയാന്ന് തോന്നുന്നത്. അത് അവരറിയുന്നില്ല. പാശ്ചാത്യർ ഇന്നും അറിഞ്ഞിട്ടില്ല ഭാരതീയൻ്റെ പരമാണു എന്താണെന്ന്. ഒരിക്കൽ നമ്മുടെ ടി കെ മാധവൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്ന് പറഞ്ഞു, ഭഗവാനെ പാശ്ചാത്യരിൽ പുതിയൊരു അണു കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഗുരു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കാലം, ദേശം ഇതെല്ലാം മാറുമല്ലോ, സമയം ഇതെല്ലാം മാറുമല്ലോ എന്ന് പറഞ്ഞു. പുതിയൊരെണ്ണം വന്നു കഴിയുമ്പോൾ പഴയതെല്ലാം മാറിപ്പോകത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് അവർ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം വന്നതായിട്ട് അവർ പറഞ്ഞില്ല. ഇവിടെ കാലചക്രത്തിന് സമയത്തിന് ഒന്നിനും ഒരു മാറ്റവുമില്ല. അപ്പോൾ ഗുരു ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്, എങ്കിൽ ഭാരതീയൻ്റെ പരമാണു എന്താണെന്ന് പാശ്ചാത്യൻ ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളെന്ന്. കാരണം ഇവിടെ ഋഷിമാർ അവരുടെ അകക്കണ്ണിൽ പ്രപഞ്ച സത്യം കണ്ടെന്ന്. അവർ ഭഗവാന് ഉള്ളങ്കയിലിരിക്കുന്ന നെല്ലിക്ക പോലെ സ്പഷ്ടമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഗുരു നമുക്ക് പറഞ്ഞത്. കണ്ടതിനെയാണ് പറഞ്ഞു തരുന്നത്, അല്ലാതെ കാണാത്തതിനെയാണ് പറഞ്ഞു തരുന്നത്. ആരും കേട്ടറിഞ്ഞതിനെയല്ല ഗുരു പറഞ്ഞത്. അനുഭവത്തിലൂടെ ഗുരു അനുഭവിച്ച സത്യമാണ് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അഹം എന്ന് പറഞ്ഞാൽ പാപപങ്കിലമാണെന്ന് എൻ്റെ കേവലമായ അറിവ് മാത്രം, എൻ്റെ ഒരു ബോധ്യമാണ്, എൻ്റെ ഉള്ളിൽ
പാപപങ്കിലമാണെന്ന് പറയുന്നത്. വൻഭാരമാർന്ന തനുവും ഭാനമാം. അപ്പോൾ ഈ ബാഹ്യമായി കാണുന്ന ഈ സ്ഥൂല ശരീരം, ഈ തടിച്ച ശരീരം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു തോന്നൽ മാത്രമാണെന്നാണ് പറയുന്നത്. അതായത് ഇതൊരു പ്രകാശത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണത്. നമ്മുടെ ഒരു കാണുന്ന ഈ ശരീരം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണോ? ഇല്ല, താൽക്കാലികമായിട്ട് നമുക്കുള്ളതാണ്. അതാണ് ഈ പറഞ്ഞത് വൻഭാരമാർന്ന തനുവും ഭാനമാം. ഇതും അതേ അറിവിൻ്റെ തന്നെ പ്രകാശ സ്വരൂപമാണേത്? സ്ഥൂലമാ ബാഹ്യ എന്താ പറയുക, നമ്മുടെ ഈ സ്ഥൂലമായ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മമായ ആ പ്രകാശത്തിൻ്റെ ആ കാണാൻ പറ്റുന്ന ഒരു സ്വരൂപമാണ് എന്ത്? ഈ ശരീരം, ഈ തടിച്ച ശരീരം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശരീരം നമ്മൾ കാണുന്നത്. ഇതിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ശരീരത്തിൻ്റെ മറകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് പറയുന്നത് വൻഭാരമാർന്ന തനുവും ഭാനമാം. ഈ ശരീരം എന്ന് പറയുന്നതും ഈ അറിവിൻ്റെ തന്നെ ഒരു ആ കാഴ്ച കാണാൻ പറ്റുന്ന ഒരു സ്ഥൂലമായ രൂപമാകുന്നു. അതുപോലെ തന്നെയാണ് എന്ത്? വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകുമകില. അതുപോലെ തന്നെ ഈ കാണുന്ന ശരീരം എപ്രകാരമാണോ അറിവിൻ്റെ ഒരു പ്രതിഫലനം, ഒരു കാഴ്ചയാകുന്നത്, അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും ഈ അഖിലമായ ഈ കാണുന്ന വിശ്വം മുഴുവനും ആ അറിവിൻ്റെ തന്നെ ഒരു എന്താണ്? സ്ഥൂലമായ രൂപമാണ്. സൂക്ഷ്മത്തിനെ നമ്മൾ കാണുന്നുണ്ടോ? ഈ ധർമ്മിയെ നമ്മൾ കാണുന്നില്ല, ധർമ്മത്തെയാണ് നമ്മൾ അറിയുന്നത്. ശരിയല്ലേ? ആണോ? അതെ. മനസ്സിലായോ? നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഇത് ഓർക്ക ചെല്ലണേ. ചൊല്ല്. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണുമൗർവി ഒരിരുമ്പാമനം ധനുർ അഹംഭാവിയാണു വിജയീ അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം. കിട്ടിയോ? എന്താ പറയുന്നത്? നിന്റെ പാദതാരിൽ വർദ്ധിച്ചു വരുന്ന, നിന്നോട് വർദ്ധിച്ചു വരുന്ന എൻ്റെ അൻപാണ്, എൻ്റെ ഒരു ഭക്തിയാണ്. അവിടെ അങ്ങനെ തന്നെ വന്നാലേ അതിന് അർത്ഥം ശരിയാകത്തുള്ളൂ. എൻ്റെ ഭക്തിയാണ് ഇവിടെ എന്താ നിൽക്കുന്നത്? നിന്റെ ആ ഭക്തി തന്നെയാണ് അവിടെ എന്താ നിൽക്കുന്നത്? മറുവിയായിട്ട് നിൽക്കുന്നത് അല്ലേ? മറുവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനായിട്ട് നിൽക്കുന്നത് അല്ലേ? ഞാനായിട്ട് നിൽക്കുന്നത് എന്താണ്? ഞാൻ വലിച്ചു കെട്ടണ്ടേ, മുറുക്കി കെട്ടണ്ടേ, എങ്കിലല്ലേ അമ്പ് കിട്ടി വില്ല് കിട്ടി. ഞാൻ മുറുക്കി കെട്ടിയാലേ നമുക്ക് അമ്പ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റുമോ? ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അമ്പ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അമ്പ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അറിവ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എന്തില്ല? ഈ ഉറപ്പുള്ള ഒരു വില്ലില്ല. ധനുസുണ്ടോ നമ്മുടെ കയ്യിൽ? ധനുസില്ല. ആ ധനുസിനെ വരച്ചിരുന്നാലും മുറുക്കമുള്ള ഞാനുണ്ടായിരിക്കണം. വേണ്ടേ? വേണോ? നല്ല ഉറച്ചൊരു മനസ്സും അതുപോലെ അചഞ്ചലമായ ഭക്തിയും നമുക്ക് ഭഗവത് പാദങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ജ്ഞാനമാകുന്ന അമ്പിനെ അയക്കാൻ സാധിക്കത്തുള്ളൂ. വില്ലും അതായത് ധനുസും ഈ ഞാണിനും നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നല്ല ദൂരത്തിൽ ലക്ഷ്യത്തിലേക്ക് അമ്പ് അയക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അർജുനൻ്റെ ഗാന്ധീപം പോലെ. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ചൊല്ലിക്കേ. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എൻ അൻപാണുമൗർവി ഒരിരുമ്പാമനം ധനുർ. ധനുരഹംഭാവി വിട്. ധനുസ് ഇപ്പറേ വന്ന് ധനുസ് നമ്മുടെ ഇതാ മനസ്സായി. പിന്നെ അഹംഭാവി വിജയിയാണ്, അവിടെയാണ് വരേണ്ടത്. ധനുരഹംഭാവി എന്ന് പറയല്. ധനുർ ധനു എന്നാണ് നമുക്ക് വേണ്ടത് സംസ്കൃതത്തില്. ധനുർ എന്ന് പറയരുത്. ഉണ്ട്, ധനുർ എന്ന് പറയണം. ധനുർ അഹംഭാവിയാണ് വിജയ്. അഹംഭാവം, ആ അഹത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് വിജയിക്കുന്നവന്. ഇത് ശരിക്കും 4 പേര് ശരിക്കും മനസ്സിലാക്കണം, അല്ലേ തെറ്റും. കിട്ടിയോ?
കിട്ടിയോ? ഇനി അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹം ഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ അർത്ഥം ഒന്ന് വായിച്ചേൽപ്പിക്കാം. അമ്മേ, ഞാൻ അജ്ഞാനമാകുന്ന പാപം കൊണ്ട് പങ്കപ്പെട്ടവനാണ്. ഈ പാപത്തെ എയ്തു മുറിച്ചു നശിപ്പിക്കുന്നതിന് വേണ്ട അമ്പായിരിക്കുന്നത് എന്താണ്? അറിവാകുന്നു. നിന്റെ പാദകമലത്തിൽ എനിക്കുള്ള വർദ്ധിച്ച പ്രേമവും ഭക്തിയുമാണ് ഈ ഞാണായിട്ടിരിക്കുന്നത് അല്ലേ. ഇരുമ്പ് പോലെ ദൃഢതയുള്ള എൻ്റെ മനസ്സാണ് അതിനു വേണ്ട വില്ല്. അഹമെന്ന തത്വത്തെ, അതായത് ആത്മതത്വത്തെ സദാ അനുസന്ധാനം ചെയ്യുന്ന സ്വഭാവമുള്ളവനാണ് ഈ യുദ്ധത്തിൽ വിജയിയായിത്തീരുന്നത്. അമ്മേ, നീ തന്നെയാണ് വിജയം കൈവരുത്തി അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെ നിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജ്ഞാനം കരഗതമായി തീരുമ്പോൾ ഞാൻ കണ്ടെത്തുന്നത് പാപം കൊണ്ട് പങ്കപ്പെട്ടിരിക്കുന്ന തോന്നിയ ഞാൻ വാസ്തവത്തിൽ കേവലം അറിവ് മാത്രമാണ് എന്നാണ്. ഒപ്പം തന്നെ ഞാൻ എന്ന വ്യക്തിസത്തയ്ക്ക് ഉപാധിയായിരിക്കുന്ന ഈ സ്ഥൂല ശരീരവും അതേ അറിവിൻ്റെ ഒരു പ്രകടഭാവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന ബോധ്യം വരും. എന്തിനേറെ ഈ സകല പ്രപഞ്ചവും ആ ഒരൊറ്റ അറിവിൻ്റെ ഭാവപ്രകാശം മാത്രമാണെന്ന് ബോധ്യം വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് ഇതൊന്ന് കേട്ട് കഴിയുമ്പോൾ അറിയാമല്ലോ. ഇനി 8ാമത്തെ മന്ത്രം. സത്തായി നിന്ന് ഉപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോട് മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരം അന്നം അതിനത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ. ആദ്യം ചൊല്ലുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സത്തായി നിന്ന് ഉപരി, അങ്ങനെ തന്നെ ചൊല്ലണം. സത്തായി നിന്ന് ഉപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. മൂന്നും അറിയിച്ചിലാണോ? ചില ആലാപനതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. മൂന്നും അറിയൂന്നല്ലേ. 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യത്തെ അറിയാൻ പറ്റുമോ? എന്നാൽ പിന്നെ എന്തൊരു എളുപ്പമായിരുന്നല്ലേ. കട്ടിലേക്ക് കയറി 3 പ്രാവശ്യം തലകുത്തി പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. മൂന്നും അറിയുകയല്ല, മൂന്നും അറിയും. ഹൃത്തായി, ഈ മൂന്നിനെയും അറിയുന്ന ഹൃത്തായിരിക്കുന്നത് അല്ലേ. സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെ അറിയുന്ന ഈ ഹൃത്തായിരിക്കുന്നത് അല്ലേ. അതാണ് പറഞ്ഞത് മൂന്നും അറിയും. ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോടു മരുത്തായി. ഇവിടെ പഞ്ചഭൂതത്തിനെ ഭഗവാൻ പറയുന്നതാണ് വിണ്ണോടു മരുത്തൽ. ആകാശത്തെയും വായുവിനെയും മാത്രമേ പറഞ്ഞല്ലേ. മുമ്പേ എന്നാ പറഞ്ഞത്? കീലാല വായു വാനല്ല കോലാഹലം പറഞ്ഞില്ലേ. അവിടെ എന്താ പറയുന്നത്? വിണ്ണോടു മരുത്തായി ദൃഷ്ടി. ഇതിനെ കാണുന്ന ദൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജ്ഞാനേന്ദ്രിയത്തെയാണ് ഇവിടെ ദൃഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. കാരണം ഈ പ്രപഞ്ചത്തെ ഇവിടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ദൃഷ്ടി എന്ന് അർത്ഥമാക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. കണ്ണുകൊണ്ട് കണ്ടും മൂക്കുകൊണ്ട് മണത്തും തൊക്കുകൊണ്ട് തൊട്ടു നോക്കിയും അല്ലേ, ചെവി കൊണ്ട് കേട്ടും ഒക്കെയാണ്, നാവ് കൊണ്ട് രുചിച്ചും ഒക്കെയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ദൃഷ്ടി മുതലായി എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഇതിനകത്ത് വിടും കേട്ടോ. അല്ല, കണ്ണ് മാത്രമല്ല. കൊത്തായിടും വിഷയ വിസ്താരം അന്നം അതിനത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ. സിദ്ധന്മാരുടെ അനുഭൂതിക്ക് പോലും അല്ലയോ അമ്മേ നിന്നെ അങ്ങ് കിട്ടത്തില്ല. പിന്നെയാണ് പാവം നമ്മളല്ലേ. സിദ്ധന്മാരുടെ അതായത് പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ഈ പ്രകൃതിയുടെ ഈ വിലാസത്തിൽപ്പെട്ട് സുകൃതികൾ പോലും പെട്ടുപോകാറുണ്ടല്ലേ. ഒരു നിമിഷത്തെ ഒരു ഇന്ദ്രിയത്തിൻ്റെ പ്രലോഭനം മതി ഒരു ജന്മം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകത്തില്ലേ. ഇത്രയും നാളും ചെയ്തതിനെ മുഴുവൻ ആരെങ്കിലും ഓർക്കുമോ?
ഇല്ല. അതാണ് പറഞ്ഞ ആ സുഹൃതികളുടെ സിദ്ധൻ്റെ അനുഭൂതിക്ക് പോലും അയ്യോ ആലോചിക്കുക, എൻ്റെ ഭഗവാനെ, സിദ്ധന്മാർക്ക് പോലും കിട്ടത്തില്ല, പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തോ കാര്യം കൊണ്ട് ആലോചിച്ചങ്ങിരിക്കും. ഒരു നിമിഷം സ്വപ്നം കണ്ടില്ലേ? ഒരു നിമിഷം സ്വപ്നം ഉണ്ട്. ആ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഒരു നിമിഷം ആ ചിന്തയിൽ അങ്ങ് മുഴുകിപ്പോവും. സിദ്ധാനുഭൂതിക്കും എത്തത്തില്ല. ഇനി എങ്ങനെയാന്നല്ലേ? കണ്ടോ എന്ത് നല്ല ഉദാഹരണം നമ്മുടെ അമ്മയ്ക്ക് വന്ന കണ്ടോ? പാവം നമ്മുടെ മാങ്കൂട്ടം അല്ലേ, ഒരു നിമിഷം പറ്റിപ്പോയത്. അതാണ് പറയുന്നത്, ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കിയതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോവല്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വലിയ കാര്യമാണ് ഇന്ദ്രിയങ്ങളെ. കരിവീന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിരണം. ചുമ്മാ പറഞ്ഞൊന്നാണോ? ഈ അവനെ 5 പേരെ കൈപ്പിടി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നക്കാരല്ലേ. നമ്മുടെ ഉപനിഷത്തിലൊക്കെ പറയുന്ന ഉദാഹരണമുണ്ട്, ഓരോ ഇന്ദ്രിയത്തിന് വശപ്പെടുന്ന ജീവികൾക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. നാവിന് വശംവദ വന്ന് രുചിക്ക് പോകുന്ന മീൻ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടത്തില്ലേ? ചെവി ശബ്ദം കേട്ട് മാൻ അതിൽ ലയിച്ച് നിൽക്കുമ്പോൾ മാന് ജീവൻ നഷ്ടപ്പെടത്തില്ലേ? അതുപോലെ സ്പർശന സുഖം അറിയുന്ന ആന അല്ലേ, കുങ്കിയാനയുടെ സ്പർശനത്തിലൂടെയല്ലേ നമ്മളെ കൊമ്പനെ വീഴ്ത്തുന്നത് അല്ലേ, കൊമ്പനെ കുഴിക്കാതെ വരുന്നത്. അപ്പം ആ സുഖത്തിൽ ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ് കൊമ്പന് തൻ്റെ സ്വാതന്ത്ര്യം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നത് അല്ലേ. പിന്നെ കണ്ണിൻ്റെ ആകർഷണം ആർക്കാണ്? ഈയാമ്പാറ്റകൾ അല്ലേ. വെളിച്ചം കണ്ട് കത്ത് നിൽക്കുന്ന വിളക്കിലേക്ക് ആകർഷിച്ച് വരുന്ന ഈയാമ്പറ്റകൾക്ക് അതിൻ്റെ ജീവനെ നഷ്ടപ്പെടത്തില്ലേ? അപ്പം എത്ര ഇന്ദ്രിയങ്ങളായി? 4 അതിന് പിന്നെ എന്താ ഉള്ളത്? മണം. വണ്ട് പൂവിൻ്റെ മണം പിടിച്ചല്ലേ തേൻ നുകരാൻ ചെല്ലുന്നതല്ലേ. ആ പൂവിൻ്റെ മണം അറിഞ്ഞ് ആ തേൻ നുകർന്ന് അതിനകത്തിരുന്ന് ആനന്ദഭക്തനായിട്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാത്തിനെയും മറന്ന് ഒരുപക്ഷെ ആ പൂ ആരെങ്കിലും പിടിച്ച് ഞെരിച്ച് ചവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടത്തില്ല. പഠിപ്പിച്ചില്ലേ നമ്മളെ? അപ്പം ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിന് വശപ്പെടുന്ന ജീവികൾക്ക് ഒന്നെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. നമ്മളെ എത്ര ഇന്ദ്രിയങ്ങളാണ്? 5 ഇന്ദ്രിയങ്ങൾ ഒരുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മുടെ അടുത്ത് അല്ലേ. അപ്പോൾ ഈ നമ്മൾ വല്ല പാടുപെടുവോ? ശരിക്കും പാടുപെടും അല്ലേ. അപ്പം തീർച്ചയായിട്ടും എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഈ അഹത്തെ, ആത്മബോധത്തെ ഞാൻ എന്താകുന്നു, ഞാൻ ഈ ബാഹ്യമായി കാണുന്ന ഒന്നും ഞാനല്ല എന്ന ബോധത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം എപ്പോഴും. അതാണ് പറഞ്ഞത്, ഈ മതി എപ്പോഴും മനനം തുടർന്നിടണം. നമ്മൾ 53ാമത്തെ മന്ത്രം ഞാൻ പറഞ്ഞില്ല, ആത്മോപദേശം പറഞ്ഞു തന്നില്ലേ? എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം. മനനം തുടർന്നില്ലെങ്കിൽ എങ്ങനെയാണ്? ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ പഴയപടിയാവില്ല, ആവത്തില്ലേ? ഇപ്പം ഞാൻ ഈ പണി നിർത്തിക്കേ, പണ്ടത്തേനെ പിന്നത്തെ സന്ധ്യയായി പോകുന്നേ ഞാൻ, ആവത്തില്ലേ? ആവും. പിന്നെ നമ്മുടെ ജീവിത രീതി എല്ലാം അങ്ങ് മാറി. ഇപ്പം നമുക്കിതൊക്കെ ചെയ്യണം. അപ്പം നമുക്കൊരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അയ്യോ എനിക്കിത് ചെയ്യേണ്ടതാണ്, അപ്പം ഞാൻ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മനസ്സിൽ നമ്മളോട് പറഞ്ഞു തരത്തില്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിതിലൊരു നിലനിൽപ്പുള്ളത്. ഇതും വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊരിക്കലും നമ്മൾ വശപ്പെടരുത് എന്നാണ് പറഞ്ഞു തരുന്നത്. ഗുരു എപ്പോഴും നമ്മളോടത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള പറഞ്ഞു വന്ന ഗുരു എന്താണ് നമ്മളോട് പറഞ്ഞത്? 9ാമത്തെ മന്ത്രത്തിൽ എന്താ ആത്മോപദേശത്തിൽ പറഞ്ഞത്? ഒളി മുതലാം പഴം 5 മുണ്ട് നാറ് നളികയിലേറി നയേന മാറിയാടും കിളികളെ 5ഉം അരിഞ്ഞ് കീഴ്മറിക്കാനാണ് പറഞ്ഞത്. അരിഞ്ഞ് നിർദാക്ഷിണ്യം ഗുരു പറയും. ഇതിനെ അരിഞ്ഞ് കണ്ടിച്ച് കളഞ്ഞാലാണ് പറഞ്ഞത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇവനാണ് നമ്മുടെ ശത്രു അല്ലേ. അവനെയാണ് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ സിദ്ധന്മാരുടെ പോലും അനുഭൂതിക്ക് അപ്രാപ്യമായി നിൽക്കുന്ന പരമമായ സത്യമാകുന്നു നീ എന്ന് നമ്മളോട് അവസാനം പറഞ്ഞതല്ലേ. അല്ലേ അമ്മേ, സാധാരണ ഒരു സിദ്ധന് പോലും നിന്നെ അനുഭവിക്കാൻ സത്യമായി അറിയാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നോക്കിയേ, സത്തായി നിന്ന് ഉപരി ചിത്തായി, ഈ സകലതിനും ആധാരമായിരിക്കുന്ന സത്വസ്തുവായി നിൽക്കുന്ന ആരാകുന്നു? നീയാകുന്നു. അതിന് ഉപരിയായി, സത്തിനും ഉപരിയായി നിൽക്കുന്ന ഈ സത്തിനെ അറിയുന്ന ചിത്തായി. ഈ ചിത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളല്ലേ. ആ ചിത്തായിരിക്കുന്നതും നീ തന്നെയാണ്. രണ്ടും ഈ സത്തും ചിത്തും സച്ചിദാനന്ദമല്ലേ ഗുരു ദൈവത്തിന് കൊടുത്ത നിർവചനം അല്ലേ.
സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ സത്തും ചിത്തും ഒരു മുത്തായി, ഈ സത്തും ചിത്തും ഒരു മുത്തായി ഏകമായിരിക്കുന്ന ആനന്ദവും ആര് തന്നെയാവുന്നു? അല്ലയോ അമ്മേ, നീ തന്നെയാവുന്നു. സത്ത് നീ തന്നെയാണ്, സകലിലും ആധാരമായിരിക്കുന്ന സത്വസ്തു നീ തന്നെയാണ്. ഈ സത്തും ചിത്തും കൂടെ ചേരുന്ന ആനന്ദത്വം നീ തന്നെയാകുന്നു എന്ന് പറയുന്ന ഈ മൂന്നിനെയും ഒരു മുത്തായി മൂന്നും അറിയും. ഈ മൂന്നും അറിയല, മൂന്നും അറിയും. ഈ മൂന്ന് സത്തും ചിത്തിനെ ആനന്ദത്തെ അറിയുന്ന ഹൃത്തായി നിന്നതിനു വിത്തായി, കണ്ടോ, ആ അതിന് വിത്തായിരിക്കുന്നത്, അതിന് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെല്ലാം മൂല കാരണമായിരിക്കുന്ന നീ തന്നെയാകുമെന്ന് പറഞ്ഞാൽ സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും വകതിരിച്ച് കണ്ട് ആനന്ദിക്കുന്ന ഹൃദയമായിരിക്കുന്നത് ആര് തന്നെയാണ്? അമ്മേ, നീ തന്നെയാകണം. അതിന് വിത്തായിരിക്കുന്നു, അതിന് ആധാരമായിരിക്കുന്ന മൂലമായ കിഴങ്ങ്, ആ വിത്ത് ആര് തന്നെയാണ്? നീ തന്നെയാകുന്നു. എല്ലാം ഇപ്പം എന്താണ്? അമ്മ തന്നെയാകുന്നു. ഇനി പിന്നെ പറയാണ് വിണ്ണോട് മരുത്തായി. വിണ്ണോട് മരുത്തെന്ന് പറയുമ്പോൾ എന്താണ്? പഞ്ചഭൂതങ്ങളാൽ പഞ്ചീകൃതമായ ഈ പ്രപഞ്ചത്തെയാണ് പറഞ്ഞത്, കേട്ടല്ലോ. വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും നീ തന്നെയാണ്. ഇനി പറയാണ് ദൃഷ്ടി മുതലായി ഈ പ്രപഞ്ചത്തെ നമ്മൾ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളായിരിക്കുന്നതും, ഈ ദൃഷ്ടി മുതലെന്ന് പറയുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5 വരും, കേട്ടോ. ദൃഷ്ടി മുതലായ ഇവയെല്ലാമായിരിക്കുന്നു അല്ലേ അമ്മേ, നീ തന്നെയാണ്. ഇനി പറയാണ് കൊത്തായിടും. ഈ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന വസ്തുവിനെയാണ് കൊത്തായിടും. വിഷയവിസ്താരം, അന്നം, അതായത് ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? തിന്നുന്ന എന്നാണ്? ഇന്ദ്രിയങ്ങളുടെ അന്നം എന്നാണ്? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വിഷയങ്ങളല്ലേ? കണ്ണിന് പ്രകാശം പോലെ ഓരോന്നിനും ഓരോന്നുണ്ടല്ലേ? അങ്ങനെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ത്? ഓരോ ഇന്ദ്രിയങ്ങളും. അപ്പം ജലമെന്ന് പറയുന്ന രസത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോന്നിനോട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ പറയാണ് ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നം. ഈ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായ അവസാനമില്ലാതെ പരന്നു കിടക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഭോഗ്യമായിരിക്കുന്നതും എന്തു തന്നെയാകുന്നു? അല്ലയോ അമ്മേ, നീ തന്നെയാകുന്നു. അതിന് അത്താവുമായി വിലസും. ഇതിനെയൊക്കെ അറിയുന്നവനും അനുഭവിക്കുന്നവനും ആര് തന്നെയാകുന്നു? നീ തന്നെയാകുന്നു. മനസ്സിലായോ? ഇങ്ങനെ വിശേഷ രൂപത്തിലെല്ലാം നീ വിലസുന്ന നിന്നെ ആർക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. സിദ്ധന്മാരുടെ അനുഭൂതിക്ക് പോലും നിന്നെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്ന് ഗുരു പറഞ്ഞു. അത്രയ്ക്കും മഹത്തായതാണ് അല്ലയോ അമ്മേ നിൻ്റെ ലാസ്യ നടനമെന്ന് പറഞ്ഞാൽ. നമ്മൾ ആ നടനത്തിൻ്റെ ലാസ്യത മാത്രമേ അറിയത്തുള്ളൂ. ആ നടിക്കുന്ന ആ അമ്മയെ തിരിച്ചറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഇല്ല. സകലതിനും ആധാരമായിരിക്കുന്ന പരമമായ സത്യത്തെ നമ്മൾ അറിയുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞത്. നമ്മളത് പോയിട്ട് ആരറിയുന്നില്ല? സിദ്ധന്മാരുടെ പോലും അനുഭൂതിയിൽ അത് എത്താൻ സാധ്യമല്ല എന്നാണ് ഗുരു പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ ചെല്ലാം. സത്തായി നിന്ന് ഉപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോട് മരുത്തായി ദൃഷ്ടി മുതലായി. തായിടും വിഷയവിസ്താരം അന്നം അതിനത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ. വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? വായിച്ചേപ്പിക്കട്ടെ നന്നായി. കൂട്ടർത്ഥം വായിച്ചേപ്പിക്കേ. അമ്മേ, സിദ്ധാനുഭൂതിക്ക് പോലും അപ്രാപ്യമായ മഹിമയോട് കൂടിയവളാണു നീ. അങ്ങനെയുള്ള നീ സകലതിനും ആധാരമായിരിക്കുന്ന സദ്വസ്തുവായിരിക്കുന്നു. അതിനുപരി സകല ഭാവവിലാസങ്ങൾക്കും മൂലചോദനയായിരിക്കുന്ന ചിത്തായിരിക്കുന്നതും നീ തന്നെ. സത്തായ നിന്റെ ചിത്വിലാസം ആനന്ദ അനുഭവത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നു. ആ ആനന്ദമായിരിക്കുന്നതും നീ തന്നെ. ഇങ്ങനെ സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും നീയായി തന്നെ കണ്ട് ആനന്ദിക്കുന്ന ഹൃത്തായിരിക്കുന്നതും നീ തന്നെ. ഇതിനെല്ലാം മൂല കാരണമായിരിക്കുന്നതും നീ തന്നെ. ആകാശം, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും അതിൻ്റെ സംഘാതമായ ഈ പ്രപഞ്ചമായിരിക്കുന്നതും നീ തന്നെ. പ്രപഞ്ചത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളായും പ്രത്യക്ഷത്തിൽ കാണുന്ന
ദൃഷ്ടി തുടങ്ങിയ ഇന്ദ്രിയങ്ങളായും ഇരിക്കുന്നതും നീ തന്നെ. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി തീരത്തക്ക തരത്തിൽ അവസാനമില്ലാതെ പരന്നു കിടക്കുന്ന ശബ്ദ, സ്പർശ, രൂപം, രസഗന്ധം എന്നീ വിഷയങ്ങളായിരിക്കുന്നതും നീ തന്നെ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയങ്ങളുള്ളത്. ഈ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങളുടെയെല്ലാം അന്നം അഥവാ ഭോഗ്യവസ്തുക്കൾ. അതിൻ്റെയൊക്കെ ഭോക്താവായിരിക്കും നീ തന്നെ. ഇങ്ങനെ എത്ര അപ്രമേയമായ തരത്തിലാണ് നീ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണ രൂപങ്ങളോടുകൂടി ലസിക്കുന്നത്. അങ്ങനെയുള്ള നിന്നെ ഈ ആർക്കറിയാൻ സാധിക്കത്തില്ല, സിദ്ധന്മാരുടെ അനുഭൂതിക്ക് പോലും അപ്രാപ്യമല്ലെന്നാണ് തുടക്കത്തിൽ പറഞ്ഞു തന്നത്. മനസ്സിലായോ? 9ാമത്തെ ചൊല്ലാനെ. ഭൂവാദിഭൂതം അതിനാവാസമില്ല, വെറുമാഭാസമാമിതറിവിന്നാഭാവിശേഷം. അതിനാവാസമിങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ. നാവാദി തൻ വിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിലസും. ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ. നമ്മുടെ നാവ് കൊണ്ട് പാടുന്നതൊന്നും മതിയാവുമോ? നമ്മുടെ പുകഴ്ത്തലിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ് പരമമായ ബ്രഹ്മ ചൈതന്യം എന്ന് പറഞ്ഞു തരുമായിരുന്നു. കേട്ടോ, നോക്കിയൊന്ന് പദങ്ങൾ നോക്കണേ, ചൊല്ലുന്നത് മുറിക്കുന്നത് നോക്കണേ. ഭൂവാദിഭൂതമതിന് ആവാസമില്ല, വെറും ആഭാസമാം ഇത് അറിവിനാഭാവിശേഷം. അതിനാവാസം ഇങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ. നാവാദി തൻ വിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിലസും. ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ. നോക്കാം. ഭൂവാദിഭൂതമതിന്. ഇവിടെ എന്താണ്? ഇവിടെ ഭൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് അർത്ഥം? ഇവിടെ ഇതിന്നാണ് കിടക്കുന്നത്, ഇവിടെ അതിന്ന് കിടക്കുന്ന. ആ പുസ്തകത്തിനകത്ത് എങ്ങനെ കിടക്കുന്ന? ഇവിടെ ഇവിടെ ഇതിന്നാണ് കിടക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ഇതിന്നാണ് വള്ളി എളുപ്പം ഇതിന്നാണ് വരുന്നത്. എല്ലാവരും പുസ്തകം ഇതിന്നാണോ? ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ആഭാവിശേഷം ഇതിനാവാസം ഇതിനകത്ത് കിടക്കുന്ന ആണല്ലേ? കൂടുതൽ പുസ്തകം ഇതിനല്ലേ കൊടുത്തിരുന്ന അർത്ഥം അതിനാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ചത്. മുനിഗുരുവിൻ്റെ പുസ്തകം ഇത്. എന്നൊക്കെ ഭൂവാദിഭൂതം അതിനാവാസമില്ല, വെറും ആഭാസം ഇത് അറിവിനാഭാവിശേഷം. ഇതിനാവാസം ഇങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ. നാവാദി തൻ വിഷയി ഇതാവാസം അറ്റ് ഭവതാവാസമാകെ വിലസും. ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനും അരുതേ. പറഞ്ഞു തരികയാണ്, ഈ ഭൂമി പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ ഭൂമിയെ എന്ന് പറയുമ്പം, ഭൂവാദി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളെ എല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്കും അവയുടെ സംഘാതമായ ഈ പ്രപഞ്ചത്തിനും ആവാസമില്ല. സ്വന്തമായൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല, സ്വന്തമായൊരു നിലനിൽപ്പില്ല. വെറും ആഭാവിശേഷം അല്ലേ? വെറും ആഭാസമാം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രതിബിംബം. നിഴലിന് സ്വന്തമായ നിലനിൽപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല, നിഴല് പോലെയാണെന്ന് പറയുന്നത്. അതായത് സത്യമായിരിക്കുന്ന ഒന്ന് മാത്രമേ, അതിൻ്റെ നിഴലാണിത്. ആ നിഴലിന് സ്വന്തമായ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പഞ്ചീകൃതമായ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വെറും നിഴല് മാത്രമാണ്, അതിന് സത്തില്ലാത്തതാണെന്നാണ് പറഞ്ഞത്. അതൊരു എന്താണ്? പ്രതിച്ഛായ മാത്രമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. വെറും ആഭാസമാം ഇത് അറിവിനാഭാവിശേഷം. അത് എന്തിൻ്റെ ആഭാവിശേഷമാണ്? ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അറിവിനുണ്ടാകുന്ന വിശേഷ രൂപത്തിലുള്ള പ്രകടഭാവമാണ് എന്ത് അല്ലേ? മൺകുടമായതുപോലെയാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. ഈ അറിവിനുണ്ടായ വിശേഷ രൂപത്തിലുള്ള ഒരു ഭാവപ്രകടനം മാത്രമാകുന്നു. അതെപ്പോഴും ഉണ്ടാകുന്നതല്ല, അത് ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതാണ്. ഇങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ. എല്ലാം എന്തു തന്നെയാണ്? ഈ അറിവായ നിന്നിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. ഇനി പറയാണ്, നാവാദിതൻ വിഷയി. നമ്മൾ മുമ്പേ പഠിച്ചല്ലേ? നാവ് മുതലുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിഷയായിരിക്കുന്ന ശബ്ദ, രസ, രൂപ, ഗന്ധ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? ഈ വിഷയായിരിക്കുന്നതൊക്കെ എന്താണ്? നാവാദിതൻ വിഷയി. വിഷയം ഇതാവാസമറ്റ
ഭവതാവാസമാകെ വിലസും ദ്യോവാണതിൻ്റെ മഹിമാവ് ആരറിഞ്ഞു ജനനി വാഴ്ത്തുവാനും അരുതേ. നാവ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയിതാവാസമറ്റ, വിഷയി എന്ന പദവിക്ക് സ്ഥാനമില്ലാത്ത ഭവതാവാസം, നിന്റെ വാസസ്ഥാനം ആകെ വിലസും ദ്യോവാണ്. ദ്യോവ് എന്ന് പറഞ്ഞാൽ ചിതാകാശമാകുന്നു. നീ എവിടെയാണ് ഇരിക്കുന്നത്? ചിതാകാശത്തെ. ചിത്താകുന്ന ആകാശമൊന്നും നമുക്ക് എടുക്കാം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഹൃത്തിലാണ് ആരിയ്ക്കുന്നത്? ചിതാകാശത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ തപ്പുന്നത് എവിടെയാണ്? വെളിയിൽ തപ്പുന്നല്ലേ. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നവന് സത്യം കണ്ടെത്താൻ പറ്റില്ല. നീ ആരാണെന്ന് നടക്കുന്നവർക്ക് കിട്ടുമോ? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിനകത്ത് പറഞ്ഞില്ലേ, കോ അഹം കുതോ ജഗതിഥി എന്നല്ലേ പറഞ്ഞത്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിനെ ഗുരു പറയുന്നില്ലേ ഒന്നാമത്തെ, നീ ആരെന്ന് ചോദിക്കണം. എന്നിട്ട് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നവനെ സത്യത്തെ അറിയാൻ പറ്റത്തുള്ളൂ. നിത്യവും അനിത്യ കേട്ടോ, നിത്യമല്ല, നിത്യ അനിത്യ വിവേഹതോ ഹി നിതരാം നിർവേദമാപത്യ സദ്വിദ്വാനത്ര ശമാദിഷക്കലസിത സാൻമുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാധ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോ അഹമിദം കുതോ ജഗതി സ്വാമിൻ വദത്വം പ്രഭോ. ഇത്ര മനോഹരമായിട്ടല്ലേ 24 ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കേവലം ഒറ്റ മന്ത്രം കൊണ്ട് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ആരാണ് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി എന്ന്. അപ്പം ആരാണ് ഗുരുവിനെ പോലെ എന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞു കഴിഞ്ഞാൽ പറയത്തില്ല കേട്ടോ. അപ്പം എങ്ങും പ്രകാശിക്കുന്ന ചിതാകാശമാണ് നീ. അതിൻ്റെ മഹിമാവാൻ, അതിൻ്റെ മാഹാത്മ്യം ആരറിഞ്ഞു? ആർക്കാണ് ഈ മാഹാത്മ്യം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ജനനി അല്ലയോ അമ്മേ, വാഴ്ത്തുവാനും അരുതേ, അതിനെ വാഴ്ത്തുവാനും സാധിക്കുന്നില്ല. അവാക്മനോ ഗോചരം, ആ പദമാണ് ഗുരു പ്രയോഗിച്ചിരിക്കുന്നത്. വാക്കുകൾക്കും മനസ്സുകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും പറഞ്ഞു തരാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സത്യമാണത്. അനുഭവിയാതറിവീല അഖണ്ഡമാം ചിത്ഖനമിത് മൗനഘനാമൃതാപ്തിയാകുമെന്ന് പറയുന്ന ആത്മോപദേശ ശബ്ദം അല്ലേ. അതും ഇതുമല്ല അഹം, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി അസതിഥി പ്രതിപത്തിയറ്റ് സത്ത് ഓം ഇത് മൃദുവായി അമർന്നിടണം. മൃദുവായി ഇതിലേക്ക് അമർന്ന് നമ്മൾ ചേരുന്നത് ആത്മഹത്യന. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി അസതിഥി പ്രതിപത്തിയറ്റ് സത്ത് ഓമിതി മൃദുവായി അമർന്നിടേണം. അസത്, സത്തുമല്ല അസതുമല്ല. ഇല്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. സത്ത് ഇത് മൃദുവായി അമർന്നിടേണം. അപ്പം ഇതിനെ കൂട്ടർത്ഥം വായിക്കാം. അമ്മേ, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്കും അവയുടെ സംഘാതമായ ഈ പ്രപഞ്ചത്തിനും സ്വന്തമായ നിലനിൽപ്പില്ല. ഇതൊക്കെ വെറുമൊരു നിഴൽ പോലെയുള്ള മാത്രമാണ്. ഏകസത്യമായിരിക്കുന്ന അറിവിൽ, അതായത് നിന്നിൽ ഉണ്ടാകുന്ന പലതരം പ്രകാരവിശേഷണങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം. അതിനുണ്ടെന്ന് തോന്നുന്ന നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേവലം അറിവ് മാത്രമായ നീയാണ്. അങ്ങനെയുള്ള നിന്നെ വിഷയമാക്കുന്ന വിഷയിയായിരിക്കാൻ ഒരു ഇന്ദ്രിയത്തിനും മനസ്സിനും കഴിയുകയില്ല. നിന്റെ വാസസ്ഥാനം എങ്ങും പ്രകാശിക്കുന്ന ആകാശമാണ്, അതായത് ചിതാകാശമാണ്. അതിൻ്റെ പരമാർത്ഥത്തിലുള്ള മാഹാത്മ്യം ആർക്കാണ് അറിയുവാൻ കഴിയുക? അമ്മേ, നിന്നെ വാഴ്ത്തുവാൻ ശക്തിയില്ലാതെ എൻ്റെ വാക്കുകൾ മൗനത്തിൽ അമരുന്നു. നിന്നെ എനിക്ക് വിശേഷിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? അത് മൗനത്തിൽ അമർന്നു പോവുകയാണല്ലേ. ഇത് മൃദുവായി അമർന്നിടയാണ്. അതിന് പറയാൻ വാക്കില്ല, അവിടെ അനുഭവിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബോധം മാത്രമേ ഉള്ളെന്ന് പരമാസത്യം അല്ലേ. 3-ാമത്തെ മന്ത്രം അദ്വൈതീപയ്ക്കകത്ത് പറഞ്ഞു തരികയാണ്. വാസസ്സു തന്തു ഇതു പഞ്ഞി ഇതാദിമൂലഭൂതപ്രകാരം ഇതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമെത്രേ. ഈ അറിവ് മാത്രമേ ഉള്ളൂ. ഈ അറിവില്ലെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടോ? ഈ ബോധമില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? വെളിവില്ലാത്തതിന് മുന്നേ പ്രപഞ്ചമുണ്ടോ?
അച്ഛനുമില്ല, അമ്മയില്ല, മക്കളുമില്ല, ഭാര്യയില്ല, പെങ്ങളുമില്ല, ആരുമില്ലല്ലോ, അവനൊന്നും അറിയുന്നില്ല. അപ്പോൾ ഈ അറിവ്, ഈ ബോധമാണ് നമുക്ക് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്. അത് ഈ അറിവിനെ ഏതറിയാൻ വേണ്ടി ഉപയോഗിക്കണം? പരമമായ സത്യത്തെ അറിയാൻ വേണ്ടി നമ്മുടെ അറിവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. ആ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ വരേണ്ടത് എന്നാണ് ഗുരു ഈ ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്ന വേദാന്ത കൃതി, അല്ലേ? അത് വെറും സ്തോത്രകൃതിയാണോ? സ്തോത്രമാണോ ഈ പറഞ്ഞത് മുഴുവൻ? അല്ല. ഇതിൽ ഒരിടത്തും ഒരു അംഗപ്രത്യംഗ വർണ്ണന ഒരിടത്തും ഉണ്ടോ? ഇല്ല. സത്വസ്തുവായ ബ്രഹ്മത്തെ അനുഭൂതി തലത്തിൽ നിന്ന് കൊണ്ട് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ബ്രഹ്മസത്യമാകുന്നു, അല്ലെ? സാക്ഷാൽ വേദം തന്നെയാകുന്നു ഈ ജനനി നവരത്ന മഞ്ജരി. അപ്പോൾ ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മഹാഗുരുവിൻ്റെ ഒരു മഹാനുഗ്രഹമാണ്, കാരുണ്യ വർഷമാണ്. കുറച്ചധികം കൃതികൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും എൻ്റെ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 26-ാം നമ്പർ മറിയപ്പള്ളി SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. ശ്രീ രഞ്ജിത്ത് അവറുകളാണ് വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. മഹാഗുരുവിൻ്റെ ശ്രീപാദങ്ങളിൽ എൻ്റെ വാക്കുകളെല്ലാം സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ഗുരുധർമ്മം വിജയിക്കട്ടെ. ക്ലാസ് എടുത്ത സന്ധ്യ ടീച്ചർ നന്നായിട്ട് പറഞ്ഞു തന്നു. ഇത് കുറേ വാക്കുകൾ നമുക്ക് കിട്ടാത്തതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞപ്പോൾ അതിന് നന്നായിട്ട് മനസ്സിലായി. ഒരുക്കി തരാൻ നമ്മളുടെ ശാഖായോഗത്തിലെ സെക്രട്ടറി പഠനയാത്രയും എല്ലാം ഇത് നമ്മൾക്ക് ഒരുക്കി തന്നത് നമ്മളുടെ ശാഖയിലെ സെക്രട്ടറി, ഭരണസമിതി എല്ലാവരുമാണ്. അവർക്കെല്ലാം നന്ദി പറയും.